المشايخ تاج العلماء السيد عبد الرحمن البخاري قدس الله سره العزيز മഹാനവറുകളുടെ ഒരു പ്രസംഗം ഞാൻ ഓർക്കുന്നു. എറണാകുളം വെച്ച് 1989 SOESന്റെ ചരിത്ര പ്രസിദ്ധമായ സമ്മേളനം. ആ സമ്മേളനത്തിൽ അവിടുത്തെ പ്രസംഗം ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അൽഹംദുലില്ലാഹ്, അവിടുന്ന് നമ്മെ പഠിപ്പിച്ച ആശയത്തിൽ നമ്മൾ ഉറച്ചു നിന്നിട്ടുണ്ടെന്ന് തെളിയിക്കാനാണ് അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് ചെറിയ മഴ തന്നത്. പരിസരങ്ങളിലൊക്കെ വലിയ മഴയാണ്. മറ്റൊന്ന് ഞാൻ ഓർക്കുന്നു, അന്നത്തെ പ്രസംഗത്തിൽ മഹാനവറുകൾ പറഞ്ഞ ഒരു വാക്ക്, എതിർപ്പുണ്ടാകുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ ഇനി ഞാനില്ല, അല്ലെങ്കിൽ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ, ചീത്ത പറയുന്നത് കേൾക്കുമ്പോൾ, ആക്രമിക്കപ്പെടുമ്പോൾ ഇനി ഞാനില്ല എന്ന് പറയുന്നതല്ല പ്രവർത്തനം. അവിടുന്ന് ആ സമയത്ത് പറഞ്ഞു, കണ്ടില്ലേ നിങ്ങൾ, ഹുനൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് എല്ലാ എതിർപ്പുകളും ഒന്നായി വന്നു, വളരെ പ്രയാസം അനുഭവിക്കുന്ന സമയം, വെട്ടും കുത്തുമൊക്കെ തിരിച്ചും മറിച്ചും ലഭിക്കുന്ന സമയം, ആ സമയത്ത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ തൽക്കാലം പ്രവർത്തനം നിർത്തിക്കളയാം, ഇനി ഞാനില്ല എന്ന് പറയുകയല്ല ചെയ്തത്. ഇതെന്റെ പ്രസംഗമല്ല, താജുൽ ഉലമയുടെ പ്രസംഗമാണ്. അവിടുന്ന് പറയാണ്, അങ്ങനെ പറഞ്ഞു നിർത്തുകയല്ല ചെയ്തത്. വാഹനത്തിൽ നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനത്തിൽ ചാടി പുറത്തേക്ക് ഇറങ്ങി ശത്രുവിന്റെ മുമ്പിൽ നെഞ്ഞി വിരിച്ചു നിന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അനന്നബിയു ലാ കദിബ്, ഞാൻ നബി തന്നെ, അത് ഇന്നുവരെ കള്ളം പറഞ്ഞതല്ല, ഞാൻ ഇതുവരെ സത്യമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ നബി തന്നെ, അനബ്നു അബ്ദുൽ മുത്തലിബ്. അതിന് തങ്ങൾ പറഞ്ഞ മഹന, താജുൽ ഉലമ പറഞ്ഞ മഹന, ഞാൻ ബാപ്പയ്ക്ക് ജനിച്ചതാണ്. തങ്ങൾ പറഞ്ഞ മഹനാണ് അനബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് എന്നാണ് ഞങ്ങളൊക്കെ സാധാരണ അർത്ഥം പറയാറ്. തങ്ങൾ പറഞ്ഞ മകന, ഞാൻ ബാപ്പയ്ക്ക് ജനിച്ചവനാണ്. അതുകൊണ്ട് നിങ്ങളെ ഭീഷണിയും, നിങ്ങളെ ആക്രമണവും, നിങ്ങളെ ആരോപണവും, നിങ്ങളെ കുറ്റം പറയലും എന്റെ പ്രവർത്തന രംഗത്തൊരൽപ്പവും എന്നെ പിന്നോട്ട് നീക്കൂല. ഇത് തങ്ങളവറുകൾ നമുക്ക് ആവേശമുണ്ടാക്കാൻ അന്ന് പ്രസംഗിച്ച പ്രസംഗമാണ്. ഇൻഷാ അല്ലാഹ് SOESന്റെ കീഴിൽ അന്നത്തെ പ്രസംഗം അടുത്ത് നമ്മൾ MP3 ആക്കി ഇറക്കുന്നുണ്ട്, ഇന്നത്തെ പരിപാടിയും ഇറക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും അത് വാങ്ങിക്കേൾക്കണം. അതിൽ തങ്ങളുടെ ഉപദേശം, ഓരോ ഉപദേശങ്ങളും മുത്തുമണികളാണ്, ഓരോ ഉപദേശങ്ങളും മുത്തുമണികളാണ്. മഹാനവറുകൾ ചോദിക്കുന്നു, 35 കൊല്ലം, അന്ന് SOESന് 35 കൊല്ലമാണ്, ഇന്ന് SOESന് 60. ഓ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, അന്ന് മഹാനവറുകൾ ചോദിക്കുന്നു, 35 വർഷമാണ് SOESന്, 35 വർഷം ഇവിടെ ഇത്രയും നല്ല സംഘടനാ സെറ്റപ്പ് ഉണ്ടാക്കിയ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും മുൻഗാമികളായ പ്രവർത്തകന്മാർക്കാണ്. നമ്മൾ അവര് വിരിച്ച മെത്തയിൽ കയറിക്കിടക്കുന്നവരാണ്. ആ ബോധം എളിയ പ്രവർത്തകരായ നമ്മുടെ എല്ലാം മനസ്സിൽ ഉണ്ടാകണം. അല്ലാഹു നമ്മുടെ മുൻഗാമികളായ പ്രവർത്തനം നടത്തിയ മഹാന്മാർ, അവരിൽ വിട്ടുപിരിഞ്ഞു പോയവർക്കൊക്കെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന MA ഉസ്താദിനും ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ AP ഉസ്താദിനും നൂറുൽ ഉലമ MA ഉസ്താദിനും കൻസുൽ ഉലമ ചിത്താരി ഉസ്താദിനും നമ്മുടെ സർവ്വ ആലിമീങ്ങൾക്കും നേതാക്കൾക്കും സയ്യിദന്മാർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. സുഹൃത്തുക്കളെ, മഹാനവറുകൾ ചോദിക്കുന്നു, ഈ മഹത്തായ സംഘടന ഒരു സമ്മേളനം നിശ്ചയിച്ചാൽ അത് സബുൽ മുബിഖാത്താണോ? തങ്ങളുടെ ചോദ്യമാണ്. എന്തിനത് മുടക്കണം എന്ന് മാത്രമല്ല, 2-3 ആളുകളോട് വെറുപ്പുണ്ടെങ്കിൽ അതിനൊരു സംഘടന പൊളിക്കണോ? തങ്ങളുടെ ചോദ്യമാണ്. 2-3 ആളുകളോട് വെറുപ്പുണ്ടെങ്കിൽ അതിനൊരു സംഘടന പൊളിക്കണോ? സംഘടനയിൽ ഭിന്നിപ്പുണ്ടാകണോ? പിന്നെ തങ്ങളുടെ ചോദ്യം,
ആ രണ്ടോ മൂന്നോ ആളോട് തന്നെ വെറുപ്പ് ഉണ്ടാണെങ്കിൽ എന്തെങ്കിലും കാരണം വേണ്ടേ? വെറുതെ തന്നെ വെറുക്കല. തങ്ങളെ പിറ്റത്തെ ചോദ്യം, വെറുതെ രണ്ടോ മൂന്നോ ആളോട് വെറുപ്പിടിക്കല, അതിനൊരു കാരണം വേണ്ടേ? തങ്ങളെ ചോദ്യം, ആ പ്രസംഗം ഞാൻ മുമ്പ് പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ കാറിൽ വെച്ചൊന്ന് കേട്ടു. എന്തൊരു ബറക്കത്തുള്ള പ്രസംഗം, എത്ര ഉപദേശം. എന്നിട്ട് നമ്മളോട് ഉപദേശം, നമ്മൾ സംഘടനാ പ്രവർത്തകരുടെ ഉപദേശം, നിങ്ങളെ പ്രവർത്തനം ഗീബത്ത് പറയാലല്ല. അന്നത്തെ പ്രസംഗമാണ് താജുൽ ഉലമ അന്ന് പ്രസംഗിച്ച പ്രസംഗം. നിങ്ങളെ പ്രവർത്തനം ഗീബത്ത് പറയലല്ല, അതുകൊണ്ട് നിങ്ങളാരും ഗീബത്ത് പറയാൻ പാടില്ല. ഒരു ആലിമിന്റെയും മാംസം തിന്നാൻ പാടില്ല, അത് നഞ്ഞുള്ള മാംസമാണ്. ഒരു ആലിമിന്റെ മാംസവും നിങ്ങളും തിന്നാൻ പാടില്ല, ഈമാൻ തെറ്റിപ്പോകും. അന്ന് തങ്ങൾ അവിടെ എറണാകുളത്ത് വെച്ച് നടത്തിയ പ്രസംഗമാണ്. എന്നിട്ട് മഹാനായ തങ്ങൾ നമ്മളെ ഉപദേശിക്കുന്നു. അതെ, ബഹുമാനപ്പെട്ട തങ്ങളവர்கள் ഒന്ന് താഴെ ഇറങ്ങി, ഞാനും ഒന്ന് താഴെ ഇറങ്ങി കയറിയിട്ടുണ്ടല്ലോ, അതുപോലെ ഒന്ന് ഇറങ്ങി കയറുകയാണ്. സുഹൃത്തുക്കളെ, യാതാരും പോല നിങ്ങൾ മനസ്സിലാക്കണം, തങ്ങളവர்கள் അന്ന് ആ സന്നിഗ്ധഘട്ടത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളവர்கள் പ്രത്യേകം നമ്മളോട് സൂചിപ്പിക്കാണ്, നിങ്ങൾ ഗീബത്ത് പറയരുത്, നിങ്ങൾ ഏശനി പറയരുത്, നിങ്ങൾ ആരെയും ഇൻസൾട്ടാക്കരുത്. എന്നിട്ട് പറയാണ്, ഞാനുമായി വളരെ ബന്ധമുള്ള ആളാണ് ഈ സംഘടനയുടെ മുൻകാല നേതാവ് പാണക്കാട് പൂക്കോയത്തങ്ങൾ നവറല്ലാഹു മർഖദഹ്. എന്നിട്ട് തങ്ങൾ അന്നത്തെ പ്രസംഗത്തിൽ പറയാണ്, ആ പാണക്കാട് തങ്ങൾ ഈ സംഘടനയുടെ നേതാവായിരുന്നു. ആ തങ്ങളും നമ്മളും തമ്മിൽ വലിയ ബന്ധമാണ്. തങ്ങളുടെ പ്രസംഗമാണ്, എന്ന് കേട്ടതാണ്. എന്നിട്ട് പറയാണ്, വഫാത്താകുന്നതിന്റെ തലേ ദിവസം രണ്ടാളുകളെ മാത്രമേ പാണക്കാട് തങ്ങൾ അന്വേഷിച്ചിട്ടുള്ളൂ എന്ന് അഹമ്മദ് ഹാജി എന്നോട് പറഞ്ഞു. ചെറുപ്പക്കാരായ കുട്ടികൾക്ക് അഹമ്മദ് ഹാജിനെ മനസ്സിലാവില്ല. പാണക്കാട് നിങ്ങളുടെ വളരെ അടുത്തൊരാളായിരുന്നു പാണക്കാട്ട് അഹമ്മദ് ഹാജി. അഹമ്മദ് ഹാജി എന്നോട് പറഞ്ഞു, രണ്ടാളുകൾ മാത്രമാണ് തങ്ങളവറുകൾ അന്വേഷിച്ചത്. ഒന്ന് ഉള്ളാളത്തെ തങ്ങളെയാണ്, മറ്റൊന്ന് മലേഷ്യയിലോ മറ്റോ ബിസിനസ് നടത്തുന്ന വേറൊരു വ്യക്തിയെയാണ്. ആ വ്യക്തിയെ എങ്ങനെങ്കിലും നമുക്ക് പിടിക്കാം, തങ്ങൾ എങ്ങനെ കിട്ടും? അങ്ങനെ പറഞ്ഞ് എട്ടിക്കുളത്തേക്ക് ഒരു ഫോണും, അന്ന് ഇന്നത്തെ പോലത്തെ ഫോൺ സൗകര്യമൊന്നും ഇല്ലല്ലോ, ഫോൺ സൗകര്യമൊന്നുമില്ല, എങ്ങനെങ്കിലും ഒരു ഫോണിൽ കിട്ടുമെന്ന് വെച്ചിട്ട് എട്ടിക്കുളം ഭാഗത്തുള്ള ഒരു ഫോണ് ഞാൻ കറക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് തങ്ങൾ കയറി വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അതായത് ബഹുമാനപ്പെട്ട പാണക്കാട് സംബന്ധിച്ച് അന്വേഷിച്ച് ഫോൺ എടുത്ത് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തങ്ങൾ കയറി വരുന്നു പാണക്കാട്ടേക്ക്. ഇത് തങ്ങൾ തന്നെ എറണാകുളം പ്രസംഗത്തിൽ പറഞ്ഞതാ. എന്നിട്ട് പറയാണ്, അങ്ങനെയാണ് ബന്ധം. എന്നിട്ട് മഹാനവറുകൾ ഒന്നുകൂടി പറഞ്ഞു, അതെ, അതിനുശേഷം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹവും ഞങ്ങളും തമ്മിൽ എന്താണ് പ്രശ്നം? എന്തിനാണ് ഈ സമ്മേളനം മുടക്കിയത്? ഞാൻ എന്റെ ഉസ്താദാണ്, സമസ്ത കേരള ജമിയത്തുൽ പ്രസിഡന്റാണ്, ബഹുമാനപ്പെട്ട മൗലാന കഞ്ഞത്ത് ഉസ്താദ്. ഞാൻ പോയി ചോദിച്ചു, ഞാൻ പോകണോ എറണാകുളത്ത്? നേരത്തെ ഉസ്താദ് അവർ ഇവിടെ പറഞ്ഞു. അതൊക്കെ തങ്ങളെ നാവുകൊണ്ട് തങ്ങൾ ആ പ്രസംഗത്തിൽ അന്നത്തെ ദിവസം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് എന്തെല്ലാം നയങ്ങളും പരിപാടികളും മഹാനായ നൂറുൽ ഉലമയും മഹാനായ ഖമറുൽ ഉലമയും നമ്മുടെ സാദാത്തുക്കളും ആലിമീങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ടോ? അതെല്ലാം എന്ന് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കും എന്തെല്ലാം ആവശ്യമുണ്ടോ അത് മുഴുവനും ആ എറണാകുളത്ത് തങ്ങളുടെ പ്രസംഗത്തിൽ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ മാസങ്ങളോളം പ്രചരണം നടത്തിയ പരിപാടിയല്ല, നമ്മൾ പോസ്റ്ററുകൾ ഇറക്കിയ പരിപാടിയല്ല, ബാനറുകൾ തൂക്കിയ പരിപാടിയല്ല, ഫ്ലക്സ് ബോർഡ് വെച്ച പരിപാടിയല്ല, പ്രചരണങ്ങൾ നടത്തിയ പരിപാടിയല്ല. ആകെ പത്രത്തിൽ തങ്ങളുടെ ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നു എന്ന ഒരു വിവരം അറിഞ്ഞപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 60 കൊല്ലം ഇല്ല, ഡേറ്റ് ഓഫ് ബർത്ത് നോക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, ഒരാൾ എനിക്ക് 60 വയസ്സായി എന്ന് പറയുമ്പോ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കണം. നോക്കാതിപ്പോ ഞാൻ പറയാ എനിക്ക് 75 വയസ്സായി, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് പറയണ്ടേ? 25 കൊല്ലായ ഒരു കുട്ടി എനിക്ക് അത് 60 വയസ്സായി എന്ന് പറയാൻ പാടുണ്ടോ? അത് പറയാൻ പാടില്ല. അത് പറഞ്ഞ കളവാണ്. കളവ് പറയാൻ അൽ മുഅ്മിനു ലാ യക്ദിബു, ഈമാനുള്ളവൻ കള്ളം പറയൂല.
ആയത്തുൽ മുനാഫിഖ് സലാസത്തുൻ, അതേ കപടവിശ്വാസിയുടെ ലക്ഷണം 3 ഒരു റിപ്പോർട്ടിൽ. അതിലൊന്ന് ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കള്ളം പറയാ. അതുകൊണ്ട് 25 വയസ്സുള്ള കുട്ടി എനിക്ക് 60 വയസ്സുണ്ട് എന്ന് പറയരുത്, അത് കളവാണ്. സുഹൃത്തുക്കളെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കണം, പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, ഞാൻ അധികം നീട്ടി പറയുന്നില്ല. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രചരണവും നടത്താതെ ഞാൻ ചോദിക്കട്ടെ സുബ്ഹാനല്ലാഹ്, കാസർഗോഡുള്ള അത് അബ്ദുൽ ഖാദർ സാഹിബിനെ പറ്റി പ്രവർത്തകന്മാർ, അബ്ദുൽ ഖാദർ മദനിയെ പറ്റി പ്രവർത്തകന്മാരുണ്ട്. പലരും എന്നോട് പറഞ്ഞ് കാസർഗോഡ് ചിലര് ഭക്ഷണം വെച്ച് സുബ്ഹാനല്ലാഹ് അവസാനം പിന്നെ ഓരോരോ സ്ഥലത്ത് കോളനി കൊണ്ടുപോയിട്ട് വിതരണം ചെയ്ത്. കാരണം വെച്ച ഭക്ഷണം ബാക്കിയായി പോയി. എന്തുകൊണ്ട്? അത് വേണ്ടതുപോലെ ആയില്ല. അതുകൊണ്ട് നമ്മളെ ഈ പരിപാടി ആരെങ്കിലും ചീത്ത പറയാനോ തെറി പറയാനോ അല്ല. ഞാനിങ്ങനെ പത്രം വായിച്ചു, അപ്പോ എനിക്ക് ഓർമ്മ വന്നു സൂറത്ത് യൂസുഫ്. കാരണം എന്താണ്? സൂറത്ത് യൂസുഫില് ഉണ്ട് മാ ജസാഉ മൻ അറാദ ബിഅഹ്ലിക സൂഅൻ ഇല്ലാ അൻ യുസ്ജന ഔ അദാബുൻ അലീം. പറഞ്ഞതാരാ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തെറ്റിന് വേണ്ടി പ്രേരിപ്പിച്ചു. തെറ്റിന് വേണ്ടി എല്ലാ പ്രേരണയും തുടങ്ങി. യൂസുഫ് നബി ഇസ്ലാം തെറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവും. പിന്നാലെ പോയിട്ട് കുപ്പായം പിടിച്ചു വലിച്ചു ഇറങ്ങിപ്പോയതാ. എന്താ ഇറങ്ങിപ്പോകാൻ കാരണം? തെറ്റിന് കൂട്ടിക്കാൻ കഴിയില്ല. അങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് പിന്നാലെ പോയി പിടിച്ചു വലിച്ച് വാതിൽ തുറക്കുമ്പോ അതാ അൽഫയാ സയ്യിദഹാ ലദൽ ബാബ്, വാതിലിന്റെ അടുക്കൽ ഭർത്താവ് സയ്യിദ് നിൽക്കുന്നു. അപ്പം എല്ലേ ഒരു തെറ്റും ചിന്തിക്കാത്ത യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ തെറ്റ് ആരോപിച്ചുകൊണ്ട് തെറ്റ് ചെയ്ത സ്ത്രീ പറയുന്നു മാ ജസാഉ മൻ അറാദ ബിഅഹ്ലിക സൂഅൻ ഇല്ലാ അൻ യുസ്ജന, അറസ്റ്റ് ചെയ്യേണ്ടതാണ്. ആര്? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ. അപ്പൊ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മറുപടി എന്താണ്? ഇല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. അവസാനം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തെറ്റും ചെയ്യാതെ ക്ഷമിച്ചു നിന്നു. അവസാനം അതാ സമ്മതിക്കുന്നു ആ പെണ്ണ്. വലഖദ് റഅവതുഹു അൻ നഫ്സിഹി ഫസ്തഅസം വലഇൻ ലം യഫ്അൽ മാ ആമുറുഹു ലയുസ്ജനന്ന വലയകൂനം മിനസ് സാഗിരീൻ. നമ്മൾ പറയും പോലെ തെറ്റിന് കൂട്ടുനിൽക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടും, അദ്ദേഹത്തെ പരമാവധി ഇൻസൾട്ട് ആക്കും എന്ന് അവൾ അതാ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ നെഞ്ഞോക്കുള്ള മറുപടി എന്താണ്? പ്രാർത്ഥന എന്താണ്? ഖാല റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനീ ഇലൈഹി. തെറ്റിലേക്കാണ് അവരെ ക്ഷണിക്കുന്നത്. ആ തെറ്റിന് കൂട്ടുനിൽക്കാൻ എനിക്ക് കഴിയില്ല. അതിനാൽ അറസ്റ്റ് വരിക്കുന്നതാണ് റബ്ബേ എനിക്ക് ഏറ്റവും താല്പര്യം. വഇല്ലാ തസ്രിഫ് അന്നി അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. ഞാൻ ക്ഷമിച്ചു നിന്ന് തെറ്റിന് കൂട്ടുനിൽക്കാതെ ജീവിക്കാൻ തയ്യാറാവുകയും റബ്ബേ ഇവരുടെ ശർറിൽ നിന്ന് എന്നെ നീ തട്ടിച്ചിരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഞാനും അങ്ങോട്ട് ചാഞ്ഞു പോകും, ഞാൻ വിവരമില്ലാത്തവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അതുകൊണ്ട് എനിക്ക് എന്നെ അറസ്റ്റ് ചെയ്യലാണ് താല്പര്യം എന്ന് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. പിന്നെ നമ്മൾ കണ്ടത് എന്താണ്? പിന്നെ കണ്ടത് എല്ലാവരും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കാൽക്കൽ വരുന്നു. സുഹൃത്തുക്കളെ, ഒരിക്കലും തന്നെ ഹഖ് അത് പരാജയപ്പെടൂല. ആ ധൈര്യം നമുക്ക് നൽകിയത് മഹാനായ താജുൽ ഉലമ. വേറെ ഒന്നും കണ്ടിട്ടില്ല. താജുൽ ഉലമയുടെ പേരിൽ നടക്കുന്ന ഈ പരിപാടിയിൽ അതേ എല്ലാ വിഭാഗത്തിനും തെളിയിച്ചു കൊടുക്കുന്ന വിധം ഇതൊരു സാധാരണ അനുയായികളല്ല, ഇതൊരു സാധാരണ നേതാക്കളല്ല. ഇവർ ഏത് ഘോരമഴ വന്നാലും പതറില്ല. ഇത് തീയിൽ മുളച്ചതാണ്, ഇതൊരിക്കലും വെയിലത്ത് മാളൂല എന്ന് താജുൽ ഉലമയുടെ അനുസ്മരണത്തിൽ തെളിയിച്ചു കൊടുക്കണമെന്ന് പടച്ച റബ്ബിന്റെ ഖദർ.
അതനുസരിച്ച് അതിവിടെ നാം തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ സംസാരിക്കുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിന്റെ അജയ്യമായ നേതൃത്വമാണ് മഹാനായ തങ്ങളവർകൾ. എത്ര കൊല്ലമാണ് തങ്ങൾ സമസ്തയിൽ നിന്നത്? 58 കൊല്ലം. 58 വർഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പ്രവർത്തിച്ച തുല്യതയില്ലാത്ത നേതൃത്വം മഹാനായ താജുൽ ഉലമ. 1925 കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ മുദാക്കര പള്ളിയിൽ ആദ്യമായി പണ്ഡിത സഭ സുന്നത്ത് ജമാഅത്തിന്റേത് KP മുഹമ്മദ് മീരാൻ മുസ്ലിയാർ പ്രസിഡന്റായി ആരംഭിക്കുന്നത്. പക്ഷേ വിശദമായ കൺവെൻഷൻ വിളിച്ചുകൂട്ടി വിപുലമായ നിലയ്ക്ക് 1926 വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റായി അത് പുനഃസംഘടിപ്പിക്കപ്പെട്ടു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരും അതിന് നൽകപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കണം, 1934 നവംബർ 14 അതിന്റെ ഭരണഘടന രജിസ്റ്റർ ചെയ്തു. ആ ഭരണഘടന പറയുന്ന ഉദ്ദേശ ലക്ഷ്യം, ആ ഉദ്ദേശ ലക്ഷ്യം ഇല്ലെങ്കിൽ പിന്നെ എന്ത് സമസ്ത? ഇവിടെയാണ് തങ്ങളവരുടെ ചിന്ത പോയത്. ആ ഉദ്ദേശ ലക്ഷ്യം നേടുന്നില്ലെങ്കിൽ പിന്നെ എന്ത് സമസ്ത? കാരണം തങ്ങളവர்கள் ഖാദിരിയ തരീഖത്തിന്റെ ശൈഖാണ്. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീ തങ്ങൾ ഫത്ഹുർ റബ്ബാനിയിൽ പറയുന്നുണ്ടോ, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, പക്ഷിയില്ലെങ്കിൽ പിന്നെ കൂടെന്തിനാണ്? മുത്തില്ലെങ്കിൽ പിന്നെ ചിപ്പി എന്തിനാണ്? പണമില്ലെങ്കിൽ പിന്നെ പെട്ടി എന്തിനാണ്? പെട്ടി എന്തിനാണ്? പണം സൂക്ഷിക്കാനല്ലേ. ചിപ്പി എന്തിനാണ്? മുത്ത് സൂക്ഷിക്കാനല്ലേ അല്ലേ? അതേപോലെ പക്ഷിക്കൂടെന്തിനാണ്? പക്ഷിക്ക് താമസിക്കാനല്ലേ. പക്ഷി ചത്തുപോയാൽ പിന്നെ കൂടുകൊണ്ട് കാര്യമുണ്ടോ? മുത്ത് നീങ്ങിപ്പോയാൽ ചിപ്പി കൊണ്ട് കാര്യമുണ്ടോ? അതേ ധനം കത്തുപോയാൽ പിന്നെ അതാ പെട്ടി കൊണ്ട് കാര്യമുണ്ടോ? ഖാദിരിയ തരീഖത്ത് വിവരിക്കുമ്പോൾ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീ തങ്ങളുടെ ചോദ്യമാണ്, ഇതുപോലെ കഴമ്പ് നഷ്ടപ്പെട്ടാൽ പിന്നെ കാര്യമുണ്ടോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതെന്തിനു രൂപീകരിച്ചു? സമസ്ത കേരള ജംഇയ്യത്ത് തമാശക്ക് രൂപീകരിച്ചതല്ല. ഖുർആനും പഠിപ്പിച്ചു ഒരു ദിവസം 17 പ്രാവശ്യം ശുദ്ധിയോടെ ബുദ്ധിയോടെ ഖിബലക്ക് തിരിഞ്ഞ് ഓരോ ആഖിലും ബാലിഗുമായ ഓരോ മനുഷ്യരും മുസ്ലിമീങ്ങൾ നടത്തുന്ന പ്രാർത്ഥനയും സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, മഹാന്മാരെ വഴി പിന്തുടർന്നുകൊണ്ട് ജീവിക്കണം. അതിന് റബ്ബേ ഞങ്ങൾക്ക് ഭാഗ്യം തരണം. ഞാൻ ചോദിക്കുന്നു, അതല്ലേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞത്? ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൽ 1956 സെപ്റ്റംബർ 20 ഈ പാവപ്പെട്ട ഞാൻ ജനിക്കുന്നതിന്റെ 3 കൊല്ലം മുമ്പ്, എനിക്കെന്നിപ്പോ നരച്ചു തുടങ്ങിയത്, ഞാൻ ജനിക്കുന്നതിന്റെ 3 കൊല്ലം മുമ്പ് സമസ്തയിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ സമസ്തയിൽ അംഗമാകുന്നു. 58 വർഷം സുന്നത്ത് ജമാഅത്തിന്റെ മുന്നണി പോരാളിയായി അവിടുന്ന് ദീനീ സേവനം നടത്തുന്നു സമസ്തയിൽ നിന്നുകൊണ്ട്. അതിന് മുമ്പ് എത്രയോ കാലം ദർസ് നടത്തിയിട്ടും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വാദം പറഞ്ഞിട്ടും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രസംഗിച്ചിട്ടും എല്ലാ ഖിദ്മത്തും മുമ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒരാളെ പെട്ടെന്ന് സമസ്തയിലേക്ക് അങ്ങനെ ഉരുണ്ട് വീഴൂലല്ലോ. അന്നുള്ള വലിയ വലിയ ആലിമീങ്ങൾ സമസ്തയിൽ എടുക്കണമെങ്കിൽ അങ്ങനെ ഉരുണ്ട് വീഴോ? അങ്ങനെ 58 വർഷം ബഹുമാനപ്പെട്ട തങ്ങൾ 56 വന്നു. 1957 ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. മുസ്ലിയാർ അല്ലാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ സെക്രട്ടറിയായി വരുന്നത്. അതിനു മുമ്പ് 1 വർഷം മുമ്പ് താജുൽ ഉലമ സമസ്തയിൽ വന്നു. 1965 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തബ്ലീഗിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ശംസുൽ ഉലമ ഖുത്ബി തങ്ങളുടെ കത്ത്, അങ്ങനെ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി ആളുകളെ നിശ്ചയിച്ചു.
അതിൽ പ്രധാനപ്പെട്ട അംഗം മഹാനായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ, മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ തുടങ്ങിയ മഹാന്മാർ. അങ്ങനെ തബ്ലീഗ് ജമാഅത്തിന്റെ പുസ്തകങ്ങൾ പഠിച്ചു, നന്നായി പഠിച്ചു. അത് സുന്നത്ത് ജമാഅത്തിനെതിരാണെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ തബ്ലീഗ് ജമാഅത്തിൽ ഇത്ര പണക്കാരുണ്ടെന്നോ ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നോ അല്ലെങ്കിൽ അവരുടെ ബാഹ്യമായ രൂപം എന്താണെന്നോ അല്ല പണ്ഡിതന്മാർ ശ്രദ്ധിച്ചത്, മറിച്ച് എന്താണ് അതിന്റെ ആശയം. അത് സുന്നത്ത് ജമാഅത്തിനെതിരാണ് എന്ന് അന്ന് പ്രഖ്യാപിച്ചു. ഏത് മനുഷ്യർക്കും മനസ്സിലായിക്കൂടെ? അതിന് കിതാബ് ഓതണോ? ഞാൻ 2 ദിവസം മുമ്പ് വടകര പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കിതാബ് ഓതണം. തലശ്ശേരി ചെന്ന് നോക്കിയാൽ സ്റ്റേഡിയം പള്ളി എന്നൊരു പള്ളിയതാ. അവിടെ അത് ക്ലാസ്സായിട്ട് പച്ച മലയാളത്തിൽ തബ്ലീഗ് ജമാഅത്തുകാർ ഖുത്ബ ഓതുന്നു. അങ്ങനെ ഒരു ഖുത്ബ സലഫു സാലിഹീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? മലയാളത്തിൽ ഖുത്ബ ഓതിയാൽ ജുമുഅ ബാത്തിലാണെന്നല്ലേ ഇമാം നവവി റളിയല്ലാഹു അൻഹു അടക്കമുള്ള സർവ്വ ഇമാമിങ്ങളും രേഖപ്പെടുത്തിയത്? ആ മലയാള ഖുത്ബ പച്ചയായി നടത്തുന്ന തബ്ലീഗ് ജമാഅത്തുകാരൻ എവിടെ? തലശ്ശേരി സ്റ്റേഡിയം പള്ളി. പിന്നെ സുന്നത്ത് ജമാഅത്തല്ല എന്നുള്ളത് പറയേണ്ട ആവശ്യം ഉണ്ടോ? ഓ സുഹൃത്തുക്കളെ, തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നു. അത് തങ്ങൾ വന്നതിന് ശേഷം 21/4/1974 മഹാനായ ഖമറുൽ ഉലമ ഉസ്താദ് അവർകൾ സമസ്തയിൽ വരുന്നു. ഞാൻ പറയട്ടെ, അതാ 29/11/1976 മഹാനായ ഉള്ളാൾ തങ്ങൾ അവർകൾ വൈസ് പ്രസിഡന്റ് ആവുന്നു. 1976 സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആവുന്നു. ബഹുമാനപ്പെട്ട മർഹൂം ബഹറുൽ ഉലൂം ഉസ്താദുൽ അസാതീദ് ഒക്കെ ഉസ്താദ് അവറുകളും ബഹുമാനപ്പെട്ട താജുൽ ഉലമയും ഒരേ ദിവസമാണ് സമസ്ത മുശാവറയിൽ മെമ്പറാകുന്നത്. ഒരേ മീറ്റിംഗിൽ ഒരേ ദിവസത്തിലാണ് മെമ്പറാകുന്നത്. നേരത്തെ സുലൈമാൻ ഉസ്താദ് പറഞ്ഞു ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദും സമസ്തയിൽ മെമ്പറായിരുന്നു എന്ന് പറഞ്ഞു. ഇരിക്കട്ടെ, പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? ഞാൻ ചെറിയ ഒരു കാര്യം പറയണം. താജുൽ ഉലമ ഐക്യത്തിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുകയും വഫാത്ത് വരെ ഐക്യത്തിന് വേണ്ടി ശബ്ദിക്കുകയും ചെയ്ത ഒരു നേതാവ്. ആ നേതാവിനെ കുറിച്ച് സമൂഹം മനസ്സിലാക്കണം. അതിനുവേണ്ടി ഞാൻ അല്പം പറയാം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, 1978 നടന്ന മുശാവറ, അധ്യക്ഷൻ താജുൽ ഉലമ, മഹാനായ കണ്യത്ത് ഉസ്താദ്. പ്രായമാണ്, ഗുരുവര്യരാണ്, ഇടയ്ക്ക് മാത്രം അത്യാവശ്യമുണ്ടെങ്കിലേ വരാറുള്ളൂ. താജുൽ ഉലമ അധ്യക്ഷത വഹിക്കുന്നു. ആ അധ്യക്ഷത വഹിച്ച യോഗത്തിലെ തീരുമാനം, സമസ്ത കേരള ജമിയത്തുൽ 60ാം വാർഷിക സമ്മേളനം, നല്ല സിംഹഗർജനം മഹാനായ കെ അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ആ മഹത്തായ സമ്മേളനം, ആ സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ ആധികാരിക രേഖയായ സ്മരണിക, ആ സ്മരണിക വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതിന്റെ 63ാമത്തെ പേജിൽ മഹാനായ താജുൽ ഉലമ അധ്യക്ഷനായി ഒരു തീരുമാനം എഴുതിയിരിക്കുന്നു. എന്താ തീരുമാനം? 15/4/78 അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന മുശാവറ തീരുമാനം. ഞാനിപ്പോൾ വിശദമായി പറയുന്നില്ല. 10,000-കണക്കിന് അയലിമീങ്ങൾ ഒരുമിച്ച് കൂട്ടി. അങ്ങനെ 10,000-കണക്കിന് അയലിമീങ്ങളെ മാത്രം ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു സമസ്തയുടെ സമ്മേളനം നടത്താൻ, അത് അൽഹംദുലില്ലാ നമ്മളെ സമസ്തക്കല്ലാതെ ദുനിയാവിൽ ആർക്കും കഴിയില്ല. അതിലാർക്കും സംശയം വേണ്ട. അത് കോഴിച്ചേര നടന്നപ്പോ അന്ന് ഞാൻ ആ ചരിത്രങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ച് സംസാരിച്ച CD ഇപ്പോഴും കിട്ടും. അതെല്ലാം മുസ്ലിമീങ്ങളൊന്ന് വായി കേട്ടോക്കണം. 15/4/78 അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന മുശാവറ തീരുമാനം 1. ജാമിഅ നൂരിയ കോളേജിൽ, ജാമിഅ നൂരിയ എന്ന സമസ്തന്റെ കീഴിലുള്ള കോളേജാണ്. ജാമിഅ നൂരിയ അറബിക് കോളേജിൽ ഉസ്താദന്മാരെയും പ്രിൻസിപ്പാളിനെയും നിയമിക്കുന്നതും പിരിച്ചയക്കുന്നതും സമസ്ത മുശാവറയുടെ അംഗീകാരത്തോടെ മാത്രമേ ചെയ്യാവൂ എന്ന് കോളേജ് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകാൻ തീരുമാനിച്ചു. അതിന്റെ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്? സമൂഹം ചിന്തിക്കണം. എന്തിനാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്? സമസ്ത മുശാവറയുടെ താല്പര്യങ്ങൾക്കെതിരെ ജാമിഅ നൂരിയ അറബിക് കോളേജിന്റെ കമ്മിറ്റിയിൽ നിന്ന് ചില നീക്കങ്ങളില്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിന്റെ ആവശ്യം വരുമോ? ഇനി പോട്ടെ, അടുത്തത് കേട്ടോളി. ഈ വിഷയം കോളേജ് കമ്മിറ്റിയിലെ പ്രമുഖന്മാരെ ധരിപ്പിക്കുന്നതിന് കുഞ്ഞിക്കോയ തങ്ങൾ, MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്നിവരെ ചുമതലപ്പെടുത്തി. അന്ന് സമസ്ത മുശാവറ ചേർന്നിട്ട് ഈ ഒരു വിഷയം സധൈര്യം
കോളേജ് കമ്മിറ്റിയെ ഉണർത്താൻ രണ്ട് പണ്ഡിതന്മാരെ ഏൽപ്പിക്കുന്നു. ഇതുവരെ സമസ്തയുടെ പ്രസിഡന്റായ താജുൽ ഉലമയെ 1, ഇപ്പോൾ പ്രസിഡന്റായ MA ഉസ്താദിന് 2. സുഹൃത്തുക്കളെ, പിന്നെ നമ്മൾ കണ്ടതെന്താ? നമ്മൾ പിന്നെ കണ്ടത് ബഹുമാനപ്പെട്ട ശംസുൽ മായിക്ക് അബൂബക്കർ മുസ്ലിയാർ, ജാമിഅ നൂരിയ അറബിക് കോളേജിന്റെ പ്രിൻസിപ്പൽ, നമ്മുടെ ഈ സ്റ്റേജിലിരിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖ് തങ്ങളടക്കം ജാമിഅ നൂരിയ അറബിക് കോളേജിൽ നിന്ന് പഴയ കാലത്ത് ബിരുദം വാങ്ങിയ ഫൈസിയാണ്. അങ്ങനെ നമ്മളെ മർക്കസിന്റെ മാനേജർ, SYSന്റെ വൈസ് പ്രസിഡന്റ് സി മുഹമ്മദ് ഫൈസി അടക്കം ഒരുപാട് ആയിരക്കണക്കിന് ഫൈസികൾ, അതുപോലെ കുറേയേറെ ദാരിമികൾ, കുറേയേറെ അങ്ങനത്തെ ബിരുദമുള്ളവർക്ക് നമ്മളുടെ നേതാക്കന്മാരായിട്ട് തന്നെ ഉണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മളതൊരു വലിയ വിഷയാക്കിയിട്ട് ഇങ്ങനെ നടക്കുന്ന ഏർപ്പാട് നമുക്കില്ല എന്നാ നേരത്തെ ഉസ്താദ് പറഞ്ഞത്. നമുക്ക് വിഷയം ഇൽമു പഠിപ്പിക്കലാണ്. മനസ്സിലായില്ലേ? ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ മഹാരഥന്മാരായ പണ്ഡിതന്മാരിൽ പലരും ഓതിപ്പടിച്ച ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK ഉസ്താദ് അവറുകളെ ഒരു ദിവസം പിന്നെ EK ഉസ്താദിനെ കാണുന്നത് പൂച്ചക്കാടാണ്. പട്ടിക്കാട് നിന്ന് പിന്നെ കാണുന്നത് പൂച്ചക്കാടാണ്. നിങ്ങൾ അന്ന് ആലോചിച്ചു നോക്ക്, എങ്ങനെ EK ഉസ്താദ് പട്ടിക്കാടിന് പൂച്ചക്കാടെത്തിയത്? എന്നാൽ പിന്നെ അതിനുശേഷം പല സംഭവങ്ങളും നടന്നു. ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, ഞാൻ ചുരുക്കി മാത്രം പറയാണ്. അപ്പൊ നിങ്ങൾ ഓർക്കണം, 1989 SYSന്റെ സമ്മേളനം നടന്നിട്ടല്ല സമസ്തയിൽ ഭിന്നത ഉണ്ടായത്. 1 ഇതുപോലെ തിരുത്തണം, തെറ്റിദ്ധരിച്ചവർ തിരുത്തണം. കോഴിക്കോട് ഒരു മുതലക്കുളം മൈതാനിയിൽ ഒരു യോഗത്തില് ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ പങ്കെടുത്തു. ആ ഒരു കാരണം കൊണ്ടല്ല, ആ ഒരു കാരണം കൊണ്ട് മാത്രം ഇവിടെ ഒരു ഭിന്നിപ്പുണ്ടായി എന്നൊക്കെയാണ് പലരും തെറ്റിദ്ധരിച്ചത്. ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കല്ല. സമസ്തയുടെ ചരിത്രം നന്നായി ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ മുൻഗാമികളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ജീവിതകാലത്തുള്ളത് ഞങ്ങൾക്കും ഓർമ്മയുണ്ട്. ഞാൻ പറയട്ടെ, ചുരുക്കി പറയുന്നു, ബഹുമാനപ്പെട്ട EK ഉസ്താദ് അവറുകൾ എന്തിന് അവിടെ നിന്ന് പുറത്തു പോകേണ്ടി വന്നു, അല്ലെങ്കിൽ പുറത്താക്കി? അത് പല റിപ്പോർട്ടും അതിന്റെ അടിസ്ഥാനപരമായ കാരണം EK ഉസ്താദ് ആദർശത്തിൽ ഉറച്ചു നിന്നു എന്നതായിരുന്നു. ഞാനത് പറയുമ്പോൾ ആർക്കും വിഷമം വേണ്ട. ഞാൻ തെളിവ് സഹിതമേ എന്റെ ജീവിതത്തിൽ എന്തും പറയാറുള്ളൂ, ഇതും അത്രേ പറയുന്നുള്ളൂ. ബഹുമാനപ്പെട്ട EK ഉസ്താദിന്റെ പ്രസ്താവന വൈഫായി പോകണ്ട. 30/4/1984 ചന്ദ്രിക. സുന്നികൾ വേറിട്ടു തന്നെ നിൽക്കണം EK. സുന്നികൾ വേറിട്ടു തന്നെ നിൽക്കണം EK. കോഴിക്കോട് ഏപ്രിൽ 29. സുന്നികൾ മറ്റുള്ളവരുമായി കൂടിക്കലർന്നതാണ് സമുദായത്തിൽ നിലവിലുള്ള സർവ്വ കുഴപ്പങ്ങൾക്കും കാരണമെന്നും അവരെ വേർതിരിച്ചു നിർത്തൽ അനിവാര്യമാണെന്നും EK അബൂബക്കർ മുസ്ലിയാർ അഭിപ്രായപ്പെട്ടു. പിന്നെ EK ഉസ്താദിനെ പറ്റിയ സംഗതി എഴുതുന്നുണ്ട്, എല്ലാം കൂടി ഞാൻ വായിച്ചുതരാം. ഇപ്പോൾ സുന്നികളെ മറ്റെല്ലാ സംഘടനകളിൽ നിന്നും വേർപെടുത്താൻ തങ്ങൾ ഒരുങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണെന്നും ഡെമോക്രാറ്റിക് പാർട്ടി ഉപദേശ സമിതി മെമ്പർ കൂടിയായി EK പ്രഖ്യാപിച്ചു. ഞാൻ പറയട്ടെ, ഈ ഡെമോക്രാറ്റിക് പാർട്ടി തന്നെ പാർട്ടി ഉണ്ടായപ്പോ ഞാൻ SS പ്രവർത്തകനാണ്. ഞാൻ അതിനെ സംബന്ധിച്ച് ഒരു മർഹൂം MDP എന്ന് പറഞ്ഞിരുന്നു. മർഹൂം MDP എന്ന് ഒരു ദിവസം പറഞ്ഞാണ്. അപ്പൊ സുബ്ഹാനല്ലാഹ്, എനിക്ക് പിന്നെ ഭീഷണിക്കത്താണ്. നിങ്ങൾ മർഹൂം MDP എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ദർസ് ജീവിതത്തിലുള്ള എല്ലാ രഹസ്യങ്ങളും ഞങ്ങൾ പുറത്തുകൊണ്ടുവരും. ഞാൻ പറഞ്ഞു, എല്ലാ രഹസ്യങ്ങളും പുറത്തുകൊണ്ടുവരണം. കാരണം ഞാൻ ഇങ്ങനെ ദിവസം 6 കിലോമീറ്റർ നടക്കലുണ്ട് ദർസിൽ പോകുമ്പോ. നിങ്ങൾ പുറത്തുകൊണ്ടുവന്നാൽ ആരെങ്കിലും എനിക്ക് ഒരു കാറുമായി തന്ന കഴിവല്ലേ? സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഭീഷണികളൊക്കെ രാഷ്ട്രീയ രംഗത്ത് നിന്നു പല ഭാഗത്തു നിന്നും വന്നിരുന്നു. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ രാഷ്ട്രീയത്തിന് പോയിട്ടില്ല, രാഷ്ട്രീയത്തിന്റെ ആളാകാനും പോയിട്ടില്ല. EK ഉസ്താദും അന്ന് പോയിട്ടില്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. പിന്നെ അടുത്ത എന്താണ്? നമ്മുടെ സിറാജ് പത്രത്തിന്റെ ബഹുമാനം, അതും കൂടി ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ സുഹൃത്തുക്കളെ, സിറാജും പോരാ, ചന്ദ്രയും ഒന്നിനും കൊള്ളൂല, ഒറ്റപ്പത്രം ഒന്നിനും കൊള്ളൂല.
എന്ന് പറയുന്നവരുണ്ട്. അതൊക്കെ എന്റെ നാദാപുരത്ത് ഒരു ബർക്കത്തുള്ള CD ഉണ്ട്, അതിന് ഞാനൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. അതിന്റെ പേര് സമസ്തക്ക് ഈ ലീഗിന് സമവായോ സമസ്തക്ക് സംഘർഷമെന്ന. അതെല്ലാവരും ഒന്ന് കേട്ടു നോക്കണം. അത് കേട്ടാൽ ഒരുപാട് ഗുണമുണ്ട് എന്നാണ് നമ്മളെ ഉമരിയ തങ്ങൾ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും അത് കേട്ടു. നല്ല ബർക്കത്തുള്ള ഒരു മുദ്രാവാക്യം ഉണ്ട് അതിന്റെ തുടക്കത്തിൽ. അതാണ് എല്ലാവരും കേൾക്കേണ്ടത്. കേട്ടാൽ തന്നെ എല്ലാവരും നന്നാവും. സുഹൃത്തുക്കളെ, ഇതിൽ പറയുന്നത് എന്താണ്? ഒരു വിഭാഗം സുന്നികൾ ചേർന്ന് പുറത്തിറക്കുന്ന സിറാജ് ദിനപത്രത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു EK. അപ്പൊ സിറാജ് പത്രം പുറത്തിറക്കുമ്പോൾ അതിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത് മഹാനായ ശംസുൽ ഉലമ EK ഉസ്താദ് അവറുകൾ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഏത് പത്രം ആരിറക്കിയാലും EK ഉസ്താദ് ഇറക്കിയ പ്രകാശനം ചെയ്ത പത്രം അത് ഞങ്ങളുടെ കൈവശത്തിലല്ലേ? ഇനി EK ഉസ്താദ് പ്രകാശനം ചെയ്ത ഒരു സമസ്തയുടെ സെക്രട്ടറി പ്രകാശനം ചെയ്ത ഒരു പത്രം ഇനി ആർക്ക് കിട്ടും? അത് അൽഹംദുലില്ലാഹ് നമ്മുടെ സംഘടനയുടെ കയ്യിലുണ്ട്. ഇനി അവിടെ ആരെല്ലാം പ്രസംഗിച്ചു നോക്കോളി. മൗലാന കണ്യത്ത് അഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സിറാജ് ദിനപത്രം പ്രകാശനം ചെയ്യുമ്പോ അധ്യക്ഷൻ മൗലാന കണ്യത്ത് അഹമ്മദ് മുസ്ലിയാർ. ഇനി ഞാൻ ചോദിക്കട്ടെ, ആ കണ്യത്ത് ഉസ്താദിനെതിരെ EKക്കെതിരെ എന്തിന് പുതിയ പത്രം? അവര് പ്രകാശനം ചെയ്തതും അവർ തന്നതുമല്ലാത്ത ഒരു പുതിയ സാധനം എന്തിന്? ഇത് ചിന്തിച്ചുകൂടെ? എല്ലാവർക്കും ചിന്തിച്ചൂടെ? ഇനി ഒന്നുകൂടി പറയട്ടെ. കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ യോഗം ഉദ്ഘാടനം ചെയ്തു. അപ്പൊ സിറാജ് ദിനപത്രം പുറത്തിറക്കുമ്പോ പ്രകാശനം EK ഉസ്താദ്, അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മൗലാന കണ്യത്ത് ഉസ്താദ്, ഉദ്ഘാടനം കോട്ടുമല ഉസ്താദ്. ഇനി ഇതിനേക്കാൾ വലിയ ആരെയാ ഈ ലോകത്തിറക്കാനുള്ളത്? അവര് തന്നത് കയ്യിൽ പിടിച്ചുകൊണ്ട്, അവര് പഠിപ്പിച്ചത് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സമസ്തയെ നിയന്ത്രിച്ചു. മഹാനായ ഖമറുൽ ഉലമ സമസ്തയെ നിയന്ത്രിക്കുന്നു, നൂറുൽ ഉലമ നിയന്ത്രിക്കുന്നു. ഇതല്ലേ ഇവിടെ സംഭവിച്ചത്? വേറെന്താ ഇവിടെ സംഭവിച്ചത്? ഇനി നിങ്ങൾ നോക്കൂ, എന്തുകൊണ്ട് EK ഉസ്താദ് സുന്നികൾ വേറിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു? EK ഉസ്താദ് ആലിമാണ്, മഹാപണ്ഡിതനാണ്. അതുകൊണ്ട് പറഞ്ഞു. മഹാനവർക്കറിയാം കിതാബുൽ മുസ്തസ്ഫ അത് ഇമാം ഗസാലി റളിയല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. ഇമാം ഗസാലിയുടെ ഗ്രന്ഥം ചവറ്റുകൊട്ടയിലെറിയണമെന്ന് പറഞ്ഞു. ആര്? യൂസുഫ് കായിന്റെ ആൾക്കാർ. യൂസുഫ് കായി എന്ന് പറഞ്ഞ താമരശ്ശേരി ഭാഷയാണ്. നിങ്ങൾ മലപ്പുറം ജില്ലയിൽ യൂസുഫ് കാക്ക എന്നാണോ പറയാൻ എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ യൂസുഫ് കാ എന്ന് പറയും. പിന്നെ കാസർഗോഡ് ഭാഷയിൽ യൂസുഫ് ചാ എന്ന് പറയും. യൂസുഫ് ചാന്റെ ആൾക്കാർ പാവ ഒരു മനുഷ്യ, അയാൾക്കൊന്നും അറിയില്ല. കുറെ മൊയ്ലാന്മാരെ അയാളെ പറ്റിച്ച്, കുറച്ച് മൊയ്ലാന്മാര് പറ്റിച്ച്. അതിൽ കാര്യമായിട്ട് നമ്മളെ പ്രിൻസിപ്പാളിന്റെ കുട്ടികളുണ്ട്. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. കുറച്ച് മുസ്ലിംമാരെ സാധു മനുഷ്യരെ പറ്റി നിങ്ങൾ കുത്തുബുസമാനാണ്, അത് വിചാരിച്ചാൽ ഞാൻ കുത്തുബുസമാനായിരിക്കും. ഇരിക്കട്ടെ, ആ യൂസുഫ് ഖാന്റെ ആൾക്കാർ എഴുതി വെച്ചിരിക്കുന്നു ബസീത്ത്, വസീത്ത്, വജീസ് തുടങ്ങിയ ഇമാം ഗസാലി റളിയല്ലാഹുവിന്റെ കിതാബുകൾ ചവറ്റുകൊട്ടയിലെറിയണമെന്ന് എഴുതി വെച്ചിരിക്കുന്നു. എന്നിട്ട് അത് തരീഖത്താണെന്ന് അംഗീകരിച്ചു കൊടുക്കണം പോലും നമ്മളെ. ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, വേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനിയും വേണമെങ്കിൽ പറയാം. സുഹൃത്തുക്കളെ, അവര് വിചാരിക്കുന്നത് അവിടെ ഇവിടെയൊക്കെ കുറച്ച് കാപ്പി കാച്ചി കുറച്ച് കടല വിറ്റാല് സുന്നത്ത് ജമാഅത്തിനെ ഒലിപ്പിച്ച് കളയാന്ന് മനസ്സിലാക്കിയിട്ട് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പിഴച്ച ശിയാക്കളിൽപ്പെട്ട ആളാണെന്നും അതുപോലെ പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർ ഇസ്ലാമിന്റെ ശത്രുവാണെന്നും ഉള്ളാളെന്നെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുവാണെന്നും ഒക്കെ ഇവിടെ യൂസുഫ് ഖാന്റെ ആൾക്കാർ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാനതിന്റെ CD വെച്ചിട്ടുണ്ട്. അങ്ങനെ വിചാരിക്കണ്ട. ഏത് പിഴച്ച തരീഖത്തുകളുണ്ടോ, ഏത് പുത്തനാശയക്കാരുണ്ടോ, ഇൻഷാ അല്ലാഹ് മഹാനായ താജുൽ ഉലമയുടെ കണ്യത്ത് ഉസ്താദിന്റെ EK ഉസ്താദിന്റെ അതിനു മുമ്പുള്ള ആലിമീങ്ങളുടെ ശംസുൽ ഖുതുബിത്തങ്ങളുടെ അവരുടെ ഒക്കെ പൊരുത്തം കൊണ്ട് ഖിയാമത്ത് നാൾ വരെ സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളെ ആശയപരമായി ഇരുത്തുക തന്നെ ചെയ്യും. ആരും ഇവിടെ പടമെടുക്കാൻ വരണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ഒരു വ്യാജ തരീഖത്തുകാരനും പടമെടുക്കാൻ വരണ്ട. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒന്നടങ്കം ഒരു തീരുമാനമെടുത്താൽ സമസ്തയിലെ ചില പണ്ഡിതന്മാരതിനെതിരാണ്, ചില പണ്ഡിതന്മാർ അനുകൂലാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും ഒരു കള്ളം പ്രചരിപ്പിക്കുന്നവരും വരണ്ട. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇന്ന് വരെ ഏകകണ്ഠമായിട്ടല്ലാതൊരു തീരുമാനം ഒരു വ്യക്തിയെ സംബന്ധിച്ചും ഒരു പ്രസ്ഥാനം സംബന്ധിച്ചും എടുത്തിട്ടില്ല. അത് നന്നായി ഓർമ്മിച്ചോളണം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, എന്തുകൊണ്ട് EK ഉസ്താദ് സുന്നികൾ വേറിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, واتفاق سلف الأمة على ذم المبتدئة ومهاجرتهم وقطع الصحبة معهم
സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി ബന്ധം വിച്ഛേദിക്കണം, അവരുമായി മാറി നിൽക്കണം, അവരെ ശക്തിയായി ആശയപരമായി എതിർക്കണം. അതേ, എങ്ങനെ എതിർക്കണം? പരിഹസിച്ചുകൊണ്ടല്ല, കളിയാക്കിയിട്ടല്ല, സുയിപ്പാക്കിയിട്ടല്ല, ചീത്ത പറഞ്ഞിട്ടല്ല. എങ്ങനെ എതിർക്കണം? അയിമ്മത്ത് പഠിപ്പിച്ചതുപോലെ എതിർക്കണം. അയിമ്മത്ത് പഠിപ്പിച്ചത് പ്രമാണബദ്ധമായി, സംസ്കാര സമ്പന്നമായി സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ആശയം തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തണം. കുറ്റ്യാടിയിൽ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ഈ പാവപ്പെട്ട എന്നെ പറഞ്ഞയച്ചു, താജുൽ ഉലമ എന്നെ പറഞ്ഞയച്ചു. അങ്ങനത്തെ ആലിമീങ്ങൾ പുല്ലൂക്കര ഉസ്താദും ഒക്കെ ഉസ്താദും ഒക്കെ പ്രചോദനം നൽകി പറഞ്ഞയച്ചു. ഒരു ചീത്തയും പറഞ്ഞിട്ടില്ല, ഒരു പരിഹാസവും നടത്തിയിട്ടില്ല. അൽഹംദുലില്ലാഹ് 11 മഹല്ലിൽ ഒരൊറ്റ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിയും മദ്രസയില്ലാത്ത സ്ഥലത്ത് എങ്ങനെ ജുമാക്ക് സുന്നത്ത് ജമാഅത്ത് ആരുണ്ടായത്? സുഹൃത്തുക്കളെ, അതുണ്ടായത് പ്രമാണബദ്ധമായി സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചിട്ടാണ്. പരിഹാസമല്ല വേണ്ടത്. അത് നമ്മളെ SOS-ന്റെ നേതാക്കൾ, SOS-ന്റെ ഏറ്റവും വലിയ നേതാവ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാവ് ബഹുമാനപ്പെട്ട MA ഉസ്താദും ബഹുമാനപ്പെട്ട AP ഉസ്താദും തന്നെയാണ്. AP ഉസ്താദ് ഞങ്ങളെ വിളിച്ചിട്ട് ക്ലാസ് തരുന്നു. നിങ്ങൾ വളരെ നല്ല നയത്തിൽ പ്രസംഗിക്കണം, വളരെ നയപരമായി നീങ്ങണം, എതിരാളികൾ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വരുന്ന രൂപത്തിലാകണം, പരിഹസിക്കരുത്, കളിയാക്കരുത്, അതുപോലെ തന്നെ നിന്ദിക്കരുത്, ഇൻസൾട്ട് ആക്കരുത്. അത് ഞങ്ങൾ പറയുമ്പോഴേക്ക് ഇപ്പൊ അവർക്ക് ശൂന്യൊന്നുമില്ല, AP ഉസ്താദിനെ കാണുന്ന ശൂന്യാണ്, അങ്ങനെയൊന്നും ആരും ഇറങ്ങരുത് കേട്ടോ. അതിരിക്കട്ടെ, ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ വേണ്ടില്ല, ഒരു ദിവസം ഞാൻ കോഴിക്കോട്ട് എന്ന് പറഞ്ഞ് പ്രൊട്ടക്ഷൻ വന്നിരുന്ന ഒരാള്, AP ഉസ്താദിന് പ്രൊട്ടക്ഷൻ വന്ന ഒരാള്, പിന്നെ നമ്മളെന്താ കണ്ടത്? പൊട്ടിത്തെറിക്കുന്നല്ലേ കണ്ടത്? പ്രൊട്ടക്ഷനാ കണ്ടത്? അതൊക്കെ കാപട്യത്തിന്റെ വാചകങ്ങളാണെന്ന് ഞങ്ങൾ വളരെ ദൂരെ നിന്ന് തന്നെ നോക്കി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്ര കാപട്യമൊന്നും ആരും ഈ സംഘടനകൾ തകർക്കാൻ വേണ്ടി കൊണ്ടുവന്ന് കൊമ്പൊടിഞ്ഞ് വീഴരുത് എന്ന് സാന്ദർഭികമായി ഞാനൊരു എളിയ പ്രവർത്തനം നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമുക്ക് നേതൃത്വം നൽകി. എന്തുകൊണ്ട് നേതൃത്വം നൽകി? ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ എതിർക്കണം, ആശയപരമായി എതിർക്കണം. വഖത്ഇ സുഹ്ബതി മഅഹും, അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കണം. വമുഹാജറതിഹിം, അവരുമായി പിണങ്ങി നിൽക്കണം. ഇതിൽ ഒരു പണ്ഡിതനും ഇത്തിഫാഖ് സലഫിൽ ഉമ്മ, 3 നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു സഹാബിക്കും തർക്കമില്ല, ഒരു മദ്ഹബിന്റെ ഇമാമിനും തർക്കമില്ല. ഇജ്മാഅാണത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയും. ആ ഇജ്മാഇനെതിരെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ കൂട്ടിപ്പിടിച്ച് പ്രവർത്തിക്കണം എന്ന് പലരും പ്രസംഗിക്കാൻ തുടങ്ങി. ഒരു പക്ഷേ സിഹിർ കൊണ്ട് പറ്റിയതാകാം, അല്ലെങ്കിൽ മറ്റേതോൽക്ക് വന്നതാകാം. പക്ഷേ തെറ്റിനെ അംഗീകരിക്കാൻ നിർവാഹമില്ല, ശരി മാത്രമേ അംഗീകരിക്കാൻ നിർവാഹമുള്ളൂ. ഈ കൂട്ടത്തിൽ ഒരു സംഭവം കൂടി നടന്നു. എന്താണത്? ഞാൻ പറയാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലുമല്ല തലയുമല്ല. ഒരു പാർട്ടിയോടും പ്രത്യേക വിരോധം ഇല്ല, പ്രത്യേക സ്നേഹവും ഇല്ല. അത് സമസ്തയുടെ നയമാണ്. ആ നയം നിങ്ങൾക്ക് കാണാം. 29/11/1979 ബഹുമാനപ്പെട്ട തങ്ങളവരുടെ നേതൃത്വത്തിൽ തന്നെ സമസ്തയുടെ യോഗം ചേരുന്നു. 79 നിങ്ങൾ ചിന്തിക്കണം. 79 എന്താ തീരുമാനം? 29/11/79 ഉള്ളാൾ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന മുശാവറ തീരുമാനം. ഒന്ന്, ചില സ്ഥലങ്ങളിൽ സമസ്തയെ പറ്റി രാഷ്ട്രീയമായി ചില തെറ്റിദ്ധാരണകൾ ഉണ്ടെന്ന് അറിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ താഴെ കാണുന്ന പ്രസ്താവന പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചു. സമസ്തക്ക് യാതൊരു പ്രത്യേക രാഷ്ട്രീയവും ഇല്ല. ഈ സംഗതി സമസ്ത പലവരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വല്ലവരും സമസ്തയെ വല്ല രാഷ്ട്രീയ പാർട്ടിയോടും ബന്ധപ്പെടുത്തുന്നുവെങ്കിൽ പൊതുജനങ്ങൾ അതിൽ വഞ്ചിതരാകരുത്. ഇത് 1979 നവംബർ 29-ാം തീയതിയത്തെ മഹാനായ താജുൽ ഉലമയുടെ അധ്യക്ഷതയിലുള്ള യോഗ തീരുമാനമാണ്. അത് പ്രഖ്യാപിക്കുകയാണ്. അതിൽ തന്നെ ഉറച്ചു നിന്നു താജുൽ ഉലമ, അതിൽ തന്നെ ഉറച്ചു നിന്നു ഖമറുൽ ഉലമ, അതിൽ തന്നെ ഉറച്ചു നിന്നു സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ. നേരത്തെ ഉസ്താദ് അവர்கள் പറഞ്ഞു 11 ആൾ ഇറങ്ങി. ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞ് ഉസ്താദ് അവர்கள் കഴിഞ്ഞ മുസാവറെ പറഞ്ഞു, നിങ്ങളൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിയ ആളാണ് ഞാൻ, നിങ്ങളൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിയ ആളാണ് ഞാൻ. അലിക്കുഞ്ഞ് ഉസ്താദ് പറഞ്ഞു. കാരണം എനിക്ക് ഇന്ന് ഉസ്താദ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ കസേര മാറ്റിയൊന്നിരുത്തി
അപ്പൊ മൂപ്പര് ഇനി ഇവിടുത്തെ ഒരു തീരുമാനത്തിനും ബർക്കത്തുണ്ടാവില്ല എന്ന നിലക്ക് ഇറങ്ങിപ്പോയി. അതാണ് എല്ലാവരും ഇറങ്ങുന്നത്. ഞാൻ ഇറങ്ങിയെന്ന് അലിക്കുഞ്ഞുസ്താദ് പറഞ്ഞു. അലിക്കുഞ്ഞുസ്താദ് ഇപ്പൊ നമ്മളെ മുസാവറയിലാണുള്ളത്. സുഹൃത്തുക്കളെ, നേരത്തെ ഉസ്താദ് അവർകൾ പറഞ്ഞു, വെറുതെ പറഞ്ഞാലേ 23 ആള് ആ പിറ്റേ ദിവസം ചന്ദ്രികന്റെ കയ്യിലുണ്ട്. അതിൽ തന്നെ 26 ഉള്ളൂ. എന്നാൽ ഈ 26-ല് 6 ആളെ നീക്കി എന്നുള്ള റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പറഞ്ഞത് അതാ ചർച്ചയിൽ പങ്കെടുത്തിട്ട് നീക്കിയാളെ കൂട്ടത്തിലാണ് ബഹുമാന്റെ സി അബ്ദുറഹ്മാൻ മുസ്ലിയാരെ പേരുള്ളത്. അതാ നമ്മുടെ അവസ്ഥന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് വഫാത്തായ സി അബ്ദുറഹ്മാൻ മുസ്ലിയാര് AP ഉസ്താദിനെ പുറത്താക്കിയ വേറെ എന്ന് പറഞ്ഞിട്ട് പുറത്താക്കിന്ന് അവര് പറയുന്നത്. സംഗതി ഇറങ്ങിപ്പോകുന്നതാണ്. അവനെല്ലാവരും ഇറങ്ങിപ്പോയാൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അങ്ങനെ അത് പറഞ്ഞതിലും അപ്പുറത്തെ കൂട്ടത്തിലാണ് എണ്ണിയത്. അതൊക്കെ എന്റെ കൈവശത്തിലുണ്ട്. ഇപ്പൊ ഞാൻ അത് വിശദീകരിക്കാൻ ലക്ഷ്യമല്ല. പറഞ്ഞു വന്നത് 26 ആള് എന്നെ കൂട്ടുക, അതില് 6 ആള് പോയി എന്നും കൂട്ടുക. 6 ആളല്ല 11 ആളാണ് പോട്ടെ. 6 ആള് പോയി എന്നും കൂട്ടുക. എന്നാ ബാക്കി എത്ര ഉണ്ടാവും? 20 ഉണ്ടായ ഭൂരിപക്ഷം ഉണ്ടാവോ? 40-ൽ 20 ഭൂരിപക്ഷം ആവോ? പിന്നെ അവിടെ ഒരു വോട്ട് ബാക്കി ആർക്കും ഒരാൾ കൂടുതൽ കിട്ടണ്ടേ? പിന്നെ എന്ത് ഭൂരിപക്ഷം എന്നാ പറയുന്നത്? സമസ്തയിൽ ഭൂരിപക്ഷം ഉണ്ടായി. അതെന്ത് ഭൂരിപക്ഷം? ചന്ദ്രകേതനെ പറയുന്നത് 26, അതിൽ 6 ആള് ഒഴിവാക്കി എന്നാ പറയുന്നത്. എന്നാ ബാക്കിയുള്ളതിന് നമ്മൾ കാണുന്നത് ഒന്ന് സി ഉസ്താദിനെയാണ്, അതുപോലെ നമ്മളെ പക്ഷത്ത് നിന്ന അലിമീങ്ങളെയാണ്. അപ്പോ വാസ്തവത്തിൽ ഒരു ഭൂരിപക്ഷ തീരുമാനവും ഉണ്ടായിട്ടില്ല. മറിച്ച് ഒരു തീരുമാനമാണ് അന്നെടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. ആ തീരുമാനത്തിന്റെ ഗൗരവമാണ് നേരത്തെ ഉസ്താദ് അവർക്ക് ശ്രദ്ധയിൽപ്പെടുത്തിയത്. നിൽക്കുകയാണെതിൽ സി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അണ്ടോൺ അബ്ദുള്ള മുസ്ലിയാർ, ഇവരൊക്കെ ആ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട്. എന്നാൽ സി അബ്ദുറഹ്മാൻ മുസ്ലിയാർ നമ്മുടെ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് ജീവിച്ചു മരിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ചുരുക്കി പറയാണ്, വാസ്തവത്തിൽ ഒരു ഭൂരിപക്ഷവും അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ കുറെ ആളുകൾ ഇങ്ങനെ എന്തൊക്കെയോ പറയാൻ. 19/2/1989 ചന്ദ്രിക എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാം. ഞാൻ ആ ഭാഗത്തേക്ക് വിശദീകരിക്കില്ല. ഇവിടെ സമസ്തയുടെ തീരുമാനം 29/11/1979 ഉള്ളാൾ തങ്ങളുടെ അധ്യക്ഷതയിലുള്ള തീരുമാനം ഞങ്ങൾ കാണുന്നത് രാഷ്ട്രീയ ബന്ധമില്ലെന്നാണ്. എന്നാൽ ഞാൻ വേറെ ഒരു ചന്ദ്രിക വായിക്കുന്നു. ഞാൻ സമസ്തക്ക് മാറ്റം ഉണ്ടാകാൻ പറ്റുമോ? മാറ്റം ഉണ്ടായാൽ പിന്നെ നമ്മളെ സംഘടനയ്ക്ക് വില ഉണ്ടോ? ഇതെന്താണ്? വേറെ ഒരു ചന്ദ്രികയിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കാണും. സമസ്തക്ക് രാഷ്ട്രീയമില്ല എന്നെല്ലാവരും കൂടി തീരുമാനം ഒരു റിപ്പോർട്ട്. ഇനി ഒന്നും കൂടി വായിക്കാം. അതിന്റെ മുമ്പേ സമസ്തക്ക് രാഷ്ട്രീയമല്ല, ചന്ദ്രിക 13/3/87 അതിൽ ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് അടക്കമുള്ളവരുടെ പ്രസ്താവനയാണ് കാണുന്നത്. പക്ഷെ പിന്നെ കാണുന്നു ചന്ദ്രിക ലീഗ് ഓഫീസുകൾ സുന്നത്ത് ജമാഅത്ത് കേന്ദ്രം തന്നെ 23/9/85 ചന്ദ്രിക. വാസ്തവത്തിൽ ലീഗ് ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് റിപ്പോർട്ടിലുണ്ടായ ഒരു തെറ്റാണ്. ലീഗ് ഓഫീസുകളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രമാകണം എന്നാണ് ഉസ്താദ് പ്രസംഗിച്ചത്. അത് ഞാൻ ആ സദസ്സിലുണ്ട്. കൊണ്ടാണ് പറയും ഉസ്താദിനെ സംബന്ധിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ലല്ലോ. പക്ഷേ അത് തിരുത്തപ്പെട്ടില്ല. അത് തിരുത്തപ്പെടണ്ടേ? 2 വേറൊന്ന് കാണുന്നത് ഇതെന്താണ്? ഇത് ഒരു ചന്ദ്രികയാണ്. 4/12/1985 ചന്ദ്രിക പേജ് 8. മുസ്ലിം ലീഗിൽ അണിനിരക്കുക EK കൽപ്പറ്റ. മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി മുസ്ലിം ലീഗിന്റെ പിന്നിൽ അണിനിരക്കാൻ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ ആഹ്വാനം ചെയ്തു. പൊഴുതനയിൽ ശരീഅത്ത് വിശദീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമസ്ത ജില്ലാ സെക്രട്ടറി KTM മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ മഹാനായ EK ഉസ്താദ് പറഞ്ഞു എന്ന് പത്രത്തിൽ വായിക്കുന്നു. സമസ്തക്ക് രാഷ്ട്രീയമില്ല എന്ന് സമസ്ത തീരുമാനിക്കുന്നു. ഉള്ളാൾ തങ്ങൾ അധ്യക്ഷത വഹിക്കുന്നു. ഇങ്ങനെ വന്നാൽ സ്വാഭാവികമായും സമസ്തയിൽ ഭിന്നത ഉണ്ടാകുമെന്ന് ഉറപ്പല്ലേ? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സമസ്തയിൽ ഭിന്നിപ്പുണ്ടായത് സമസ്തയുടെ തീരുമാനങ്ങൾ മറികടന്നുകൊണ്ടുള്ള പ്രസ്താവനകളും പ്രവർത്തനങ്ങളും വന്നതുകൊണ്ടാണ്. ഇത് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും തെറ്റിദ്ധരിക്കണ്ട. നമ്മൾ ഒരു ലീഗ് വിരോധികൾ അല്ല, ഒരു പാർട്ടിയുടെയും വിരോധികളല്ല, ഒരു പാർട്ടിയുടെയും അനുകൂലികളും അല്ല. മറിച്ച് സമസ്തയുടെ കീഴിൽ അണിനിരക്കുന്നത് മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളിൽ എത്രയോ കോൺഗ്രസുകാരുണ്ട്. കോൺഗ്രസ് തന്നെ പല ഗ്രൂപ്പുകളും ഉണ്ട്. കേരള കോൺഗ്രസ് കുല്ലുൽ മജ്മഊൻ, അത് എത്രയോ ഉണ്ട്. അതുപോലെ അതാ ഇടതുപക്ഷ പാർട്ടികൾ ഉണ്ട്, ജനതാ പാർട്ടികൾ ഉണ്ട്, പല ജനതാ പാർട്ടികളും ഉണ്ട്. അതിലൊക്കെ മുസ്ലിമീങ്ങളുണ്ട്. അവർക്ക് മതപരമായ നേതൃത്വം നൽകാനുള്ളതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ.
അത് രാഷ്ട്രീയ നേതൃത്വം, ഓരോരുത്തർക്കും ഓരോ നേതൃത്വമുണ്ട്. അവർ രാഷ്ട്രീയ രംഗത്ത് അവരവരുടെ നേതൃത്വത്തെ അവലംബിക്കുന്നുണ്ടാകാം. നമ്മളെ വിഷയം അവിടെയല്ല. സമസ്ത എന്തിനു രൂപീകരിച്ചു? സമസ്ത എന്തിനു പ്രവർത്തിക്കുന്നു? രാഷ്ട്രീയം പറയാനാണോ? ഇന്ന രാഷ്ട്രീയത്തിൽ അണിനിരക്കുമെന്ന് പറയാനാണോ? അങ്ങനെ വന്നാൽ പിന്നെ എല്ലാ മുസ്ലിമീങ്ങളും ഇന്ന പാർട്ടിയിൽ അണിനിരക്കണം എന്ന് സമസ്തയുടെ വക്താക്കൾ പറഞ്ഞാൽ ബാക്കിയുള്ള പാർട്ടിക്കാർക്ക് വേറെ സംഘടന വരൂലേ? വേറെ സംഘടന വരേണ്ടി വരൂലേ? അങ്ങനെ വന്നാൽ ഇവിടെ പിന്നെ ഉലമായിൽ ഐക്യമുണ്ടാകുമോ? സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്താൻ സാധിക്കുമോ? അതുകൊണ്ട് മഹാനായ താജുൽ ഉലമ സമസ്ത കേരള ജമിയത്ത് മുമ്പെടുത്ത തീരുമാനങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുൻകാലത്ത് എഴുതി വെച്ച ഭരണഘടനയിൽ പറഞ്ഞ വ്യവസ്ഥകൾ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ സംഘടന മുന്നോട്ട് പോകണം എന്ന് ശഠിച്ചു. അത് തങ്ങളുടെ ധൈര്യമായിരുന്നു, മനക്കരുത്തായിരുന്നു, തങ്ങളുടെ ആത്മീയതയായിരുന്നു, തങ്ങളുടെ കറാമത്തായിരുന്നു, തങ്ങളുടെ മഹത്വമായിരുന്നു എന്ന് സമസ്തയെ സ്നേഹിക്കുന്നവർ വിശ്വസിക്കുന്നു. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. പിന്നെ അതോടുകൂടെ പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്, ചില പ്രസംഗങ്ങൾ അതെവിടെയെല്ലാമോ പലരിൽ നിന്നും കാടുകയറിപ്പോയി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതാ ആക്ഷേപിക്കണം എന്നും പിരിച്ചുവിടണമെന്നും ആലിമീങ്ങളുടെ ജോലി നശിപ്പിക്കണമെന്നും ഒക്കെ പറയുന്ന പ്രസ്താവനകൾ. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് ഐക്യത്തോടെ പ്രവർത്തിച്ച സംഘടനയിൽ ഭിന്നിപ്പുണ്ടായത് വാസ്തവത്തിൽ നേരത്തെ സമസ്തയെടുത്ത തീരുമാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ചില പ്രവണതകൾ ഉണ്ടായത് കൊണ്ടാണ്. അത് മൂർച്ഛിച്ചു. അതിനിടയിൽ അതാ നിങ്ങൾക്ക് സമസ്തയുടെ സ്മരണയിൽ തന്നെ കാണാം. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് 1989 SYSന്റെ സമ്മേളനമല്ല സമസ്തയിൽ ഭിന്നിപ്പുണ്ടാകാൻ കാരണം. അതുപോലെ മുതലക്കുളം മൈതാനിയിൽ പങ്കെടുത്തതല്ല സമസ്തയിൽ ഭിന്നിപ്പുണ്ടാകാൻ കാരണം. ഇതൊക്കെ ആ മുതലക്കുളത്ത് പങ്കെടുക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഗതികളാണ്. അതുകൊണ്ട് തന്നെ സമസ്തയുടെ 60ാം വാർഷിക സമ്മേളനത്തിന്റെ സുവനീറിൽ ഇന്ന് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുന്നു. 12/11/1984 പ്രസിഡന്റ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുശാവറ. അതിലെന്താ പറയുന്നത്? 1985 ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ വാർഷിക സമ്മേളനം നടത്താനുള്ള സമ്മേളന സ്വാഗത സംഘം കമ്മിറ്റിയുടെ തീരുമാനം അംഗീകരിച്ചു. എല്ലാവരും ഇങ്ങോട്ടൊക്കെ അവിടെ ഒന്നുമില്ല. നമ്മുടെ നേതാക്കന്മാർക്ക് നേരത്തെ 6 മണി മുതൽ ഇരിക്കുന്നവർ ഒന്ന് പുറത്തു പോയിട്ട് ചിലപ്പോ ഒന്ന് ബാത്റൂമിൽ പോകേണ്ടവരോ അല്ലെങ്കിൽ ഒരു വെള്ളം കുടിക്കേണ്ടവരോ ഉണ്ടെങ്കിൽ അപ്പോഴേക്ക് എല്ലാവരും ഇങ്ങനെ അങ്ങോട്ട് നോക്കണോ? മുസ്തഫിത്തുല്ലായസിൽ തിരിഞ്ഞോക്കുന്നവൻ എത്തിച്ചേരൂല. മുശക്കിക്കുല്ലായുഫലി സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല. അങ്ങനെയല്ലേ നമ്മളെ സംഘടനകളെ സംബന്ധിച്ച് സംശയിപ്പിക്കാനായിട്ട് നടക്കുന്നവരുണ്ടാവും. ലൈഫിൽ വിജയിക്കൂല. സമയം നഷ്ടപ്പെട്ടു പോകുന്നതിനെ പറ്റി ബോധമില്ലാത്തവന്റെ സമയം മുഴുവനും നഷ്ടത്തിലാണ്. അബ്ദുൽ മലിക് ഖസൂനി റളിയല്ലാഹു അൻഹു ലിഫായിഷിഖുല്ലാഹിനോട് കുട്ടിക്കാലത്ത് പറഞ്ഞതാണ്. അതാണ് മശായിഖന്മാര്, ശരിയായ മശായിഖന്മാര്. മശായിഖന്മാർ എന്ന് പറഞ്ഞാൽ ഏതല്ലോ ഡ്യൂപ്ലിക്കേറ്റിന്റെ പിന്നാലെ ഒന്നും ആരും പോകണ്ട. ഉള്ളാളെ നിങ്ങൾ ഷെയ്ഖായിരുന്നു. അതുപോലെ നമ്മുടെ സാദാത്തുക്കളും നമ്മുടെ ആലിമീങ്ങളൊക്കെ ഷെയ്ഖന്മാര് തന്നെയാണ്. അവരൊക്കെ ശരിയായ ഗുരുക്കന്മാരാണ്. അവരിൽ നിന്ന് വേണം നാം ഇൽമും തഖ്വയും പഠിക്കാൻ. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകും. ഇനി എന്താ പറയുന്നത്? അടുത്തത് എന്താണ്? 1984 നവംബർ 12 എടുക്കുന്ന തീരുമാനം മുശാവറ. എന്താ മുശാവറ എടുത്ത തീരുമാനം? വാർഷിക സമ്മേളനത്തിന് മുമ്പായി ഉലമാക്കളും പ്രവർത്തകരും തമ്മിലുള്ള വിയോജിപ്പുകൾ പറഞ്ഞു തീർക്കാൻ ഒരു അനുരഞ്ജന കമ്മിറ്റി രൂപീകരിച്ചു. കമ്മിറ്റി അംഗങ്ങൾ ഇവരാണ്: സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയത്തങ്ങൾ ഉള്ളാൾ, KV മുഹമ്മദ് മുസ്ലിയാർ, MA അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, ഇങ്ങനെ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ അടക്കം ഉള്ള 5 ആളുകളെ അന്ന് തിരഞ്ഞെടുക്കുന്നു. ഒന്നാമത്തെ ആളുകളുണ്ട്, പ്രവർത്തകരുടെയിലുണ്ട്. അത് പറഞ്ഞു തീർക്കാൻ മസലഹത്താക്കാൻ നിശ്ചയിക്കപ്പെടുന്നതിൽ നേതൃത്വം ജാമിയ നൂരിയ അറബി കോളേജിൽ നിന്ന് ഈ ഉസ്താദിനെ പുറത്താക്കിയ അന്ന് മുതൽ സമസ്തയിൽ ഭിന്നിപ്പുണ്ടായിട്ടുണ്ട്. ആ ഭിന്നിപ്പിന് അടിസ്ഥാന കാരണം ഈ ഉസ്താദ്
ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി വേറിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു. അതേസമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ പല പാർട്ടിയുണ്ട്, അതിൽ നിന്നൊക്കെ സുന്നികളല്ലാത്തവരൊക്കെ പുറത്താക്കിയിട്ട് നിങ്ങൾ വെറും സുന്നികളായിട്ട് കോൺഗ്രസിന് മുഴുവൻ സുന്നികൾ, കരുണാകരൻ പറ്റൂല, ആന്റണി പറ്റൂല, ഒന്നും സുന്നിയല്ലോ, അവരൊന്നും ഇല്ലാത്തൊരു കോൺഗ്രസ്, KP രാമൻ ഇല്ലാത്തൊരു മുസ്ലിം ലീഗ്, ഇങ്ങനൊന്നും ഉണ്ടാക്കണമെന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് ദീനിന്റെ പ്രവർത്തന രംഗത്ത്, ദീനിന്റെ പ്രവർത്തനത്തും അല്ലാത്തതും കൂട്ടിക്കലർത്തിക്കൂടാ. രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് അല്ല പറഞ്ഞത്, നിങ്ങൾ ചിന്തിക്കണം. ആ പറഞ്ഞ കാരണത്താൽ പിന്നീട് ഇങ്ങനെ ഫിത്നകളും ഫസാദുകളും വരും. ഇതിന്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചത്? സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ, സംശയമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഒന്നടങ്കം ഒത്തൊരുമിച്ച് ഐക്യത്തോടെ ഇതാ നിങ്ങൾ മുജാഹിദിനെ ബഹിഷ്കരിക്കണം, ജമാഅത്ത് ഇസ്ലാമിയെ ബഹിഷ്കരിക്കണം, ചേകനൂരിന്റെ കക്ഷിയെ ബഹിഷ്കരിക്കണം, അതുപോലെ ഖാദിയാനിയെ ബഹിഷ്കരിക്കണം, വ്യാജ തരീഖത്തിനെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ സുന്നിയല്ലാത്ത കക്ഷികൾക്ക് നിലനിൽപ്പുണ്ടോ? ഇവിടെ പക്ഷേ അവർക്കിവിടെ നിലനിൽപ്പ് വേണം എന്ന് അവർ ചിന്തിച്ചു. അവർ ഫിത്നയും ഫസാദും കളവും ഏഷണിയും ഭീഷണിയുമായി നടന്നു. എന്നിട്ട് സമസ്തയുടെ തീരുമാനങ്ങൾ ലോകത്തറിയിച്ചു കൊടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യാൻ വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഔദ്യോഗിക സംഘടനയായി രൂപീകരിച്ച SYS എന്ന സംഘടന, മഹാനായ ഇ കെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഉപദേശത്തോടുകൂടി സ്ഥാപിച്ച SSF എന്ന സംഘടന, ആ സംഘടനകളെ നശിപ്പിക്കാൻ ആ സംഘടനയുടെ നേതാക്കളായ MA ഉസ്താദിനും AP ഉസ്താദിനും സമസ്തയുടെ നേതാക്കളിൽ പ്രഗത്ഭരായ ഇ കെ ഉസ്താദിനെയും കന്നീത്ത് ഉസ്താദിനെയും ഒക്കെ തെറ്റിക്കാൻ വേണ്ടിയുള്ള ഫിത്നയും ഫസാദും പറഞ്ഞു നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലങ്ങളോളം. ഓ സുഹൃത്തുക്കളെ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. കാരണം SYS തകർന്നാലേ ഇവിടെ സമസ്ത തകരൂ, SSF തകർന്നാലേ ഇവിടെ സമസ്ത ഭിന്നിക്കൂ എന്ന കാഴ്ചപ്പാട് ആ കുബുദ്ധികൾക്കുണ്ടായി, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്കുണ്ടായി. അവർ ഇന്നും നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ ഒരൽപ്പവും പതറാതെ, താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ യഥാർത്ഥ ആശയത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ജനറൽ ബോഡി വിളിച്ച് അതിന്റെ സംഘടന പുനഃസംഘടിപ്പിച്ച് സധീരം മുന്നേറ്റം നടത്തിയപ്പോൾ സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ വാസ്തവത്തിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഞാൻ നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ ഇറങ്ങിപ്പോകലും ഭിന്നിക്കലൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങൾ SSFന്റെ പ്രവർത്തകന്മാർ ഒതായിയിൽ ഒരു സമ്മേളനം സംഘടിപ്പിക്കാൻ ശ്രമിച്ചു. നമ്മുടെ KMA റഹീം സാഹിബ് അടക്കം എന്നുള്ള SSFന്റെ പ്രവർത്തകർ, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി അടക്കം, മരണപ്പെട്ടുപോയ വെള്ളില മുഹമ്മദ് ഫൈസി അടക്കം, അല്ലാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ, സുഹൃത്തുക്കളെ, മുഴുവൻ പ്രവർത്തകർ, നമ്മുടെ സയ്യിദുൽ മാഷി ചെങ്ങര, അതുപോലെ അലി അബ്ദുള്ള സാഹിബ്, അങ്ങനെ തുടങ്ങി അന്നുള്ള എല്ലാ പ്രവർത്തകന്മാരും, ഞാൻ ചിലരുടെ പേര് പറഞ്ഞേ ഉള്ളൂ, ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രസംഗം നടത്താൻ തീരുമാനിച്ചു. AK ഇസ്മായിൽ വഫ സാഹിബ്, അങ്ങനെ പലരുണ്ട്. പക്ഷേ അരീക്കോടെത്തിയാൻ പ്രസംഗിക്കാൻ വേണ്ടി, ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി എന്റെ കെട്ടുംപട്ടിയൊക്കെ എടുത്തിട്ട് അരീക്കോടെത്തി. കാരണം ഈ കെട്ടുംപട്ടി എടുത്ത് പോലാണെന്ന് മുജാഹിദിനെ പ്രസംഗിക്കാൻ. അപ്പോ 978 അച്ചടിച്ച മദ്രസ ബുക്ക്, അതിൽ നിസ്കാരത്തിന്റെ ഫർദ് 14, 82 അടിച്ചതിൽ 9, 86 വീണ്ടും 14. പക്ഷേ സലാം ചൊല്ലിയിട്ട് നിയത്ത് ചെയ്യണം. ഇങ്ങനൊക്കെ ഓരോ ബുക്കുകളും ഇങ്ങനെ അട്ടിക്ക് വെച്ച് കൊണ്ടുപോകാനാണ്. ഞാൻ ബുക്കും കെട്ടൊക്കെ എടുത്ത് പോയിട്ട് പ്രസംഗിക്കാൻ വേണ്ടി പോയി. ചെന്ന് നോക്കുമ്പോ ഒതായിൽ കാല് കുത്താൻ സമ്മതിക്കൂലെന്ന് പറഞ്ഞിരിക്കുന്ന ആര്? സുബ്ഹാനല്ലാഹ്, എന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ സുന്നികൾക്കെതിരെ പോരാടുന്നൊരു MLA. ഒതായിൽ കാല് കുത്താൻ കഴിഞ്ഞില്ല. ഞങ്ങൾ അരീക്കോട്ടുനിന്ന് പ്രസംഗിച്ച് മടങ്ങിപ്പോന്ന്. പക്ഷേ ഞങ്ങൾ തളർന്നില്ല. താജുൽ ഉലമ ഞങ്ങൾക്ക് നേതൃത്വം നൽകി, മഹാനായ ഖമറുൽ ഉലമ നേതൃത്വം നൽകി, നൂറുൽ ഉലമ നേതൃത്വം നൽകി, കൻസുൽ ഉലമ നേതൃത്വം നൽകി, ഞങ്ങളെ ഉസ്താദുമാരെ നേതൃത്വം നൽകി. ഞങ്ങൾക്ക് മഹാനായ താജുൽ ഉലമയുടെ വാക്കാണ്, നബിയു ലാ കദിബ്
അന ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ പദ്യം ഞങ്ങൾ ആവേശഭരിതരാക്കി താജുൽ ഉലമ. ഞങ്ങൾ പ്രവർത്തിച്ചു. സന്തോഷം പറയട്ടെ, താജുൽ ഉലമ വഫാത്താകുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ വദായിയിൽ പോയി പ്രസംഗിച്ചു. സുന്നത്ത് ജമാഅത്ത് പ്രസംഗിച്ചു. നിങ്ങൾ കേട്ടു നോക്കണം. എന്തിന് സുന്നിയാകണം ആ സീഡിന്റെ പേര്? എന്തിന് സുന്നിയാകണം? അവിടെ നിങ്ങൾ വായിച്ചു 2007 അൽമനാറിൽ പറയുന്നു, അല്ലാഹുവിന് 2 കൈയുണ്ട്, പക്ഷേ രണ്ടും വലത്താണ്, ഇടത്ത് കൈ ഇല്ല. ഇന്നാലില്ലാഹു വഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുക്ക് അവയവങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ വിശ്വാസം പിഴച്ച് നരകത്തിലേക്ക് പോയില്ലേ? എന്നാൽ അതേ അൽമനാറിൽ മുജാഹിദ് എഴുതുന്നു 2009 അല്ലാഹുവിന് വലത്തെ കയ്യുമുണ്ട്, ഇടത്തെ കയ്യുമുണ്ട്, ഇടത്തെ കയ്യിൽ അവൻ ഭൂമി ചുരുട്ടി പിടിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം. 2007 അല്ലാഹുക്ക് ഇടത്തെ കൈയില്ല, 2009 ഇടത്തെ കൈയുണ്ട്. ഇങ്ങനെ അല്ലാഹുവിനെ പറ്റി വിശ്വസിച്ചാൽ ഈമാൻ കിട്ടി മരിക്കോ? ഈമാൻ കിട്ടി മരിക്കാത്ത ഈ പുത്തൻ പ്രസ്ഥാനം. ഞാനിപ്പോ വളരെ സന്തോഷമായിരിക്കും. കുറ്റ്യാടി ഇറങ്ങിയപ്പോ ഒരു പോസ്റ്റർ മുത്തുനബിയെ വിൽക്കരുത്. ജമാഅത്ത് ഇസ്ലാമിക്കാർ കൊണ്ട് മുത്തുനബി ഞങ്ങൾ വിളിപ്പിച്ചു. അവിടെയാണ് ഞങ്ങളെ വിജയം. മുത്തുനബിന്ന് ഇന്ന് വരെ നിങ്ങൾ പ്രസിദ്ധീകരണത്തിൽ എഴുതിയിരുന്നോ? ആരാ ഇത് പറയുന്നത്? ഇസ്ലാമിനെ വിറ്റവര്. കാരണം അവരെ സ്ഥാപകനാരാ? മൗലാന മൗദൂദിനല്ലേ പറയല്? ആ മൗദൂദി എന്താ പറഞ്ഞത്? മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ അവരോട് തുറന്ന് പ്രസ്താവിക്കുന്നു, നിങ്ങളുടെ ദേശീയ മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളെ ഇസ്ലാമിനും ഈമാനിനും കടകവിരുദ്ധമാണ്. നിങ്ങൾ അതിന്റെ കൊടി പിടിക്കാൻ പാടില്ല, സ്ഥാപനത്തിൽ മെമ്പറാകാൻ പാടില്ല, ഉദ്യോഗം ഭരിക്കാൻ പാടില്ല, വോട്ട് ചെയ്യാൻ പാടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം IPH പ്രസിദ്ധീകരിച്ചതാണ്. ആരിഫ് അലി വായിച്ച് പഠിക്കട്ടെ. മൗദൂദി പഠിപ്പിച്ച ജമാഅത്ത് ഇസ്ലാമി എന്ന ആരിഫ് അലി പഠിക്കട്ടെ. അതെ, ഇവിടെ ഈ ഇസ്ലാമിനെ വിൽക്കുന്നവർ പഠിക്കട്ടെ. ഞാൻ ചോദിക്കുന്നു, ഇസ്ലാമിനെ വിറ്റവരല്ലേ നിങ്ങൾ? നിങ്ങളെ ഇസ്ലാം ജനാധിപത്യ രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്ത ഇസ്ലാം എന്ന് പുറത്തു പോകുന്നല്ലേ? ആ ഇസ്ലാമിനെ വിറ്റിട്ട് ഇപ്പൊ മന്ത്രിയും MLA ആകാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയവരല്ലേ ജമാഅത്ത് ഇസ്ലാമി? അവരിപ്പൊ ഞങ്ങളോട് പറയാ മുത്തുനബിയും അങ്ങനെ പറയിച്ചു നിങ്ങളെ കൊണ്ട്. അത് തന്നെ ഞങ്ങളെ വിജയം, ഞങ്ങളെ സംഘടനയുടെ വിജയം. ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സയ്യിദന്മാരും ആലിമീങ്ങളും നമുക്ക് നേതൃത്വം നൽകി ഞാൻ നീട്ടുന്നില്ല. ഞാൻ ചുരുക്കിയതൊന്ന് പറഞ്ഞു തീർക്കുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് എന്തിനു രൂപീകരിച്ചു? അതിലുറച്ചു നിന്നുകൊണ്ട് ഒരു കക്ഷി രാഷ്ട്രീയവുമില്ലാതെ ഇവിടെ മുസ്ലിം ലീഗിന് ഒരു സമസ്ത, കോൺഗ്രസിനൊരു സമസ്ത, കേരള കോൺഗ്രസിനൊരു 10-20 സമസ്ത, ജനതാ പാർട്ടിക്ക് വേറൊരു സമസ്ത, പിന്നെ BJPക്ക് വേറൊരു സമസ്ത. ഇങ്ങനെയാ പിന്നെ സമസ്ത എന്ന് പറയാത്ത എല്ലാം കൂടിയെന്നാ. സമസ്താന്റെ അർത്ഥം മനസ്സിലാണ്ടേ? സമസ്ത എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ സുന്നത്തിയമാത്തിന്റെ മുഅ്മിനീങ്ങൾക്കും കൂടിയുള്ള ഒരു കേരളത്തിലെ ജമിയത്തുൽ ഉലമ, അതല്ലേ സമസ്ത ജമിയത്തുൽ ഉലമ. അപ്പൊ സമസ്ത എന്ന വാക്കിന്റെ അർത്ഥം എങ്ങാനും അറിയുമെങ്കിൽ ഒരു പ്രത്യേക പാർട്ടിയുടെ പേരിൽ ഇവിടെ ഒരു പണ്ഡിത സംഘടന ഉണ്ടായാൽ അതുകൊണ്ട് മുസ്ലിമീങ്ങൾ യോജിക്കൂല, മതരംഗത്ത് യോജിക്കൂല. രാഷ്ട്രീയ രംഗത്തോ മുസ്ലിമീങ്ങൾ ഭിന്നിച്ചു, മറ്റ് കച്ചവട രംഗത്ത് ഭിന്നിച്ചു, പല രംഗത്തും ഭിന്നിച്ചു. ഇനി മതരംഗത്തും ഭിന്നിക്കണോ? അതുകൊണ്ട് ഓരോ പാർട്ടിക്കും ഓരോ സമസ്ത. അങ്ങനെ ഒരു സമസ്തയല്ല ഇവിടെ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഉണ്ടാക്കിയ സമസ്ത, പാങ്ങലാമുസ്ലിയാരുണ്ടാക്കിയ സമസ്ത. അതുകൊണ്ട് നെഞ്ഞൂക്കോടെ താജുൽ ഉലമ സമസ്തയുടെ ജനറൽ ബോഡി വിളിച്ചു. എന്നിട്ട് സമസ്തയുടെ ജനറൽ ബോഡി വിളിച്ചിട്ട് അവിടുത്തെ ഗുരുവര്യന്മാരോട് ആദരവില്ലാഞ്ഞിട്ടല്ല, അത് എറണാകുളം പ്രസംഗത്തിൽ വ്യക്തമായി ആദരവ് പറയുന്നുണ്ട്. ആനായ ശംസുൽ വഫാത്തായപ്പോൾ ഞാൻ എന്റെ സമീപത്തുള്ള മുഴുവൻ ആളുകളെയും കൂട്ടി ഞാൻ യാസീൻ ഓതിയിട്ടുണ്ടെന്ന് എന്നോട് താജുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അതാ ആ ഗുരുനാഥന്മാരെ അതാ ചില ആളുകൾ വശത്താക്കി അവരെ കൊണ്ട് എന്തൊക്കെയോ പറയിപ്പിക്കുകയും എന്തൊക്കെയോ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ദീർഘദൃഷ്ടിയും ബുദ്ധിയും വിവരവുമുള്ള മഹാനായ താജുൽ ഉലമ മനസ്സിലാക്കുക. എന്റെ ഗുരുനാഥന്മാരെ ആരെല്ലാമോ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ താജുൽ ഉലമ ആ മഹാന്മാര് അധ്വാനിച്ചുണ്ടാക്കി പ്രസ്ഥാനം നശിപ്പിക്കരുതെന്ന് മനസ്സിലാക്കി സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ മുസാവറ പുനഃസംഘടിപ്പിച്ചു. അത് താജുൽ ഉലമയുടെ മനക്കരുത്താണ്, താജുൽ ഉലമയുടെ തത്വയാണ്.
താജുലുലമയുടെ ആത്മീയതയാണ്. ഞാൻ അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഞാൻ സിറാജുൽ ഹുദ എന്ന എളിയ സ്ഥാപനം അൽഹംദുലില്ലാഹ് അല്ലാഹു തആല വലിയ ബർക്കത്ത് തന്നിട്ടുണ്ട്. ഉസ്താദ് അവർ ഇന്നലെ സിറാജുൽ ഹുദയിൽ വന്നു. സിറാജുൽ ഹുദയുടെ സ്ഥാപനങ്ങൾ കുറെ, ഉസ്താദ് പ്രസിഡന്റ് ആണെങ്കിൽ എപ്പോഴും വരാൻ കഴിയില്ലല്ലോ. എനിക്ക് കുറെ ഉപദേശങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ചില സ്ഥലത്ത് കൊണ്ട് ഇവിടെ എന്താ വേണ്ടി അവിടെ എന്താ വേണമെന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പൊ ഉസ്താദ് ഇങ്ങനെ കണ്ടപ്പോ അൽഹംദുലില്ലാഹ് ഇങ്ങനെ മഹദിന്റെ അൽഹംദുലില്ലാഹ് പറഞ്ഞ പോലെ തന്നെ സിറാജുൽ ഹുദയും പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ആ സിറാജുൽ ഹുദയുടെ ഏകദേശം എല്ലാ സ്ഥാപനങ്ങൾക്കും തങ്ങളാണ് തറക്കല്ലിട്ടത്, തങ്ങളാണ് തുടങ്ങി തന്നത്, തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യാറ്. അങ്ങനെ തൂവക്കുന്നു എന്ന സ്ഥലത്ത് സിറാജുൽ ഹുദയുടെ ശാഖ പറഞ്ഞാൽ താജുൽ ഉലമയെയും വിളിച്ചു, ഖമറുൽ ഉലമയെയും വിളിച്ചു. ഖമറുൽ ഉലമയുടെ പ്രസിഡന്റും കൂടിയാണ്. ഇങ്ങനെ വന്ന് സൂപ്പിയാജിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. പരിപാടി കഴിഞ്ഞ ഏകദേശം 10 മണിയായി. സൂപ്പിയാജിന്റെ വീട്ടിൽ നിന്ന് അവിടുത്തെ ഒരു ഉമ്മാമ തങ്ങൾ പാപ്പാനെയൊക്കെ ഒന്ന് കാണണം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു തങ്ങൾ പാപ്പാനെ ഞാൻ വിളിക്കാം. തങ്ങൾ പാപ്പാനെ വല്ല ബാതിലെടുത്തുകൊണ്ട് വെച്ചു. ഇവിടുത്തെ വയസ്സായ ഉമ്മാക്ക് എന്തോ പറയട്ടെ. തങ്ങളെ എന്റെ മകളും ഭർത്താവും തമ്മിൽ വലിയ തെറ്റ. എന്റെ ഭർത്താവ് വേറൊരു കല്യാണം കഴിച്ചിരുന്നു, കുറെ മക്കളുണ്ട്, മക്കളും ഭാര്യയൊക്കെ ഇവിടെ ഉണ്ട്. വലിയ തെറ്റ, എത്രയോ ദിവസമായി ചെയ്തത്. തങ്ങൾ പറഞ്ഞു ഇന്ന് നന്നാവൂ. ഇപ്പൊ രാത്രി 10 മണിക്കാ പറഞ്ഞു ഇന്ന് നന്നാവും. ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇന്നെങ്ങനെ നന്നാവുമായിരിക്കും, ഇന്നെങ്ങനെ നന്നാവുക എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. സുബ്ഹാനല്ലാഹ്, തങ്ങളവറുകൾക്കും ഉസ്താദവറുകൾക്കും പോകേണ്ടത് ലക്ഷദ്വീപിലേക്കാണ്. അവര് പോയി. ഞാൻ അതിന്റെ ശേഷം അവരെ ബാക്കി ഭക്ഷണമൊക്കെ കഴിച്ച് ഇരിക്കുമ്പോ അവിടെ എന്റെ ഒരു സ്നേഹിതൻ മൂസ എന്നോട് ചോദിച്ച് തങ്ങൾ പറഞ്ഞില്ലേ ഇന്ന് നന്നാവും, നമ്മളത് പുയ്യാപ്പിള്ള കാണാൻ പോകാന്ന് ചോദിച്ചു. പോവാന്ന് പറഞ്ഞു. പോയി ചെന്ന് നോക്കുമ്പോ ഇയാൾ 2 ഭാര്യയും പറക്കില്ല, ഇയാൾ ഒറ്റയ്ക്ക് എത്തിക്കാതിരിക്കുകയാണ്. ഞാൻ പോയിട്ട് അയാളോട് നിങ്ങൾ 2 ഭാര്യ ഇട്ടിട്ട് 2 ഇവിടെ ഇല്ല, ഇങ്ങനെ ഇരിക്കുക, ഇതൊന്നും നന്നായിക്കൂടെ? ഉസ്താദ് പറയാം ഇപ്പൊ തന്നെ നന്നാന്നു. അന്നേരം തന്നെ അവളെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കയറ്റി കൊടുത്തു കുടുംബക്കാര്. അതാ താജുൽ ഉലമ. ഒരു കാര്യം ഹിമ്മത്തോടെ അങ്ങ് പറഞ്ഞാൽ ഇന്ന് നന്നാവുന്നില്ല, ഇന്ന് നന്നാവും. അത് നടക്കുന്നില്ല, അത് നടക്കും. അതാണ് എന്നുടേവൻ ഉടയവൻ തന്റേവൻ ആകുമെന്ന് ഞാൻ ചൊല്ലിൽ ആകും അതെന്നോമറിയുമെന്ന തരീഖത്തിലാണ്. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറയട്ടെ ഒറ്റ കാര്യം കൂടി. വഫാത്താകുന്ന ദിവസം നേരത്തെ ഉസ്താദ് പറഞ്ഞ് വണ്ടീന്നൊക്കെ ഖുർആനൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അടുത്ത് ചെന്നാൽ ചെറിയ കുട്ടികളെ പോലെ സംസാരിക്കും. എന്താണ് നമുക്കങ്ങ് പ്രോത്സാഹനം? ഞാൻ പട്ടുവൊക്കെ റുസിയാര് പ്രസംഗിക്കുന്നത് കേട്ടതാ. ഇത് പറയും എന്റെ ബഹുമാനാണെന്നാരും തെറ്റിദ്ധരിച്ചിട്ട് ആഹാരം നഷ്ടപ്പെടുത്തണ്ട. ഞാൻ പറഞ്ഞത് പട്ടുവൊക്കെ റുസിയാർക്ക് അതൊന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാ. എനിക്ക് ഓർമ്മയില്ല. ഞാനൊരു സാഹസ് കയറിപ്പോന്ന്. ഞാൻ തങ്ങൾ സമസ്തയിൽ വന്നിട്ടാണ് ഞാൻ ജനിച്ചത്. തങ്ങളെ ശിഷ്യന്റെ ശിഷ്യനാണ് ഞാൻ. അവിടുത്തെ ചെരിപ്പെടുക്കാൻ എനിക്ക് കഴിവില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ സുന്നത്തിയമായിട്ട് പ്രസംഗിച്ച് നടക്കുകയാണ്. വലിയ എതിർപ്പ്, സുബ്ഹാനല്ലാഹ്, ഏറ്. പല സ്ഥലത്തുനിന്നും ഭക്ഷണമല്ല കിട്ടുക, കല്ല കിട്ടുക. അങ്ങനത്തെ സമയ. അപ്പോൾ ഞാൻ നെല്ലിക്കുന്ന ഉറൂസിന് കയറിച്ചില്ല, നിറയെ ആളുണ്ട്. തങ്ങൾ പ്രസംഗിക്കാം ചൊല്ലട തക്ബീർ പേരോട് വരുന്നുണ്ട്. എന്തിന്? നമ്മളെ പ്രോത്സാഹിപ്പിച്ചതല്ല, ഞാൻ വലുതായിട്ടല്ല. ഞാൻ പറഞ്ഞത് ആ നിലക്ക് ഈ മുന്നേറ്റത്തിന് ഏത് ചെറിയ പ്രവർത്തകനെയും ഉൾക്കൊണ്ട് പ്രോത്സാഹിപ്പിച്ച താജുൽ ഉലമയോടുള്ളത് പോലത്തെ ഒരു കടപ്പാട് സുന്നത്തിയമാറ്റിന് ആരോടാണുള്ളത്? ആ താജുൽ ഉലമയ്ക്ക് വേണ്ടി ഇവിടെ മഴ കൊള്ളുന്നത് പ്രശ്നമാ. ഇവിടെ കാട്ടുതീ വന്നാൽ ഒരു കുട്ടിയെ എഴുന്നേൽക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? താജുൽ ഉലമ ആരാ? താജുൽ ഉലമ. ആ താജുൽ ഉലമ സുഹൃത്തുക്കളെ, ഞാൻ പറയട്ടെ, താജുൽ ഉലമയുടെ ഡ്രൈവറെ വിളിച്ചു. എന്റെ ഡ്രൈവർ പറയാൻ സമയമില്ല. ഉസ്താദ് നേരത്തെ പറഞ്ഞു വിടരാന്ന് പറഞ്ഞു. അതിലൊരു രസമുള്ള വിടര വേറെ ഉണ്ട്. എന്റെ ഡ്രൈവറോട് മൂപ്പരെ ഡ്രൈവർ പറഞ്ഞതാ, ഒരു ദിവസം പെട്രോൾ വണ്ടിയിൽ ഓടുന്ന കാല പെട്രോളൊക്കെ തീർന്നുപോയി. തങ്ങൾ ഇനി ഓടൂലാന്ന്. വിടരാന്ന്. പെട്രോൾ തീർന്ന് വിടരാന്ന്. തങ്ങൾ പറഞ്ഞല്ലേ ചവിട്ടടാന്ന്. ചവിട്ടി കുറെ കിലോമീറ്റർ പോയിട്ട് പെട്രോൾ പമ്പ് പോയി അങ്ങ് നിന്നു. അതാ താജുൽ ഉലമ. ഇത് അനുഭവിച്ചവരാണ് ഇവിടുത്തെ സാധാരണക്കാരും പണ്ഡിതന്മാരും. ആ താജുൽ ഉലമ വഫാത്താകുന്ന ദിവസം എന്റെ ഡ്രൈവറെ വിളിച്ചു, കർണാടകയിൽ നിന്ന് ബഷീർ. എന്ന് പറഞ്ഞു താജുൽ ഉലമയ്ക്ക് കൂടുതൽ സമയമില്ലാന്ന് തോന്നുന്നു, വല്ലാത്ത വിഷമം തോന്നുന്നു. അവന്റെ ഡ്രൈവറെ വിളിച്ചു. താജുൽ ഉലമ തങ്ങളുടെ ഡ്രൈവറെ വിളിച്ചു. ഡ്രൈവർ ക്ഷീണായതുകൊണ്ട് ഗ്ലൂക്കോസ് കൊടുക്കുന്നുണ്ട്, വേറൊന്നുമില്ല. ഇരിക്കട്ടെ, അന്ന് വൈകുന്നേരം താജുൽ ഉലമ വഫാത്തായി. താജുൽ ഉലമ വഫാത്തായപ്പോൾ വിവരം അറിഞ്ഞ ഉടനെ ഞാൻ ഉസ്താദിനെ വിളിച്ചു.
ഉസ്താദ് പറഞ്ഞു മഞ്ചേരിയിലെ പരിപാടി ഞങ്ങൾ നിർത്തുകയാണ്. പെരിങ്ങത്തൂര് താജുൽ ഉലമ തറക്കല്ലിട്ടെന്ന് സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിൽ നീ ഒരു ദുആ നടത്തിയിട്ട് അങ്ങോട്ട് വന്നാൽ മതി എന്ന് ഉസ്താദ് പറഞ്ഞപ്പോ ഞാൻ അവിടെ പോയി എല്ലാരെയും ഒരുമിച്ച് കൂട്ടി ഒരു ദുആ നടത്തിയിട്ട് താജുൽ ഉലമന്റെ വീട്ടിലേക്ക് പോയി. ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ അങ്ങനെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തായി. ഞാൻ താജുൽ ഉലമ അടക്കം ഖമറുൽ ഉലമക്ക് എല്ലാ നേതാക്കന്മാർക്കും വിളിച്ചു, ഖലീൽ തങ്ങൾക്ക് എല്ലാവർക്കും വിളിച്ചിട്ടുണ്ട്. വിളിച്ചിട്ട് ഞാൻ ശിഹാബ് തങ്ങൾ വഫാത്തായിട്ടുണ്ട്. ശിഹാബ് തങ്ങളെ പേരിൽ നമ്മളെ സർവ്വ സുന്നി വിദ്യാഭ്യാസ കൊണ്ട് മദ്രസയിലും ഖുർആൻ ഓതി ദ്വാരക്കാൻ വേണ്ടി ഒരു പ്രസ്താവന കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാ നേതാക്കന്മാരും MS അടക്കം എല്ലാവരും പറഞ്ഞു കൊടുക്കണം. കാരണം അത് ചോദിക്കൽ ഞാനൊരു പ്രവർത്തനം എന്നുള്ള ഞാൻ ചെയ്യണമല്ലോ. കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തു. അവരുടെ സുന്നി വിദ്യാഭ്യാസ കൊണ്ട് മുഴുവൻ മദ്രസയിലും മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ഖുർആൻ ഓതി പിറ്റേ ദിവസം ദുആ ചെയ്തു. അത് കണ്ടുപഠിക്കണം ജനങ്ങൾ, അത് കണ്ടുപഠിക്കണം. സയ്യിദന്മാരെ ഭിന്നിപ്പിക്കാനല്ല പഠിക്കേണ്ടത്, ആലിമികളെ ഭിന്നിപ്പിക്കാനല്ല പഠിപ്പിക്കേണ്ടത്, ആദരിക്കാനാണ് പഠിക്കേണ്ടത്. അതേ സമയത്ത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സമസ്തല്ല എന്ന് പ്രസംഗിച്ചവരുണ്ട്, അവർക്ക് എന്റെ ബർക്കത്തുള്ള CD-യിലുണ്ട്. എന്നാൽ ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. ഇതെന്താണ്? ഇത് കലാകൗമുദി. ഈ കലാകൗമുദിയിൽ എന്താ ഉള്ളത്? 2009 ആഗസ്റ്റ് 16, വില 12 രൂപ. ഇതിലെന്താ ഉള്ളത്? ഇതിൽ ഞാനൊരു വാചകം വായിക്കാം. കോഴിക്കോട്ടെ ചില ഖാദിമാരുടെ ഒഴിവിലേക്ക് പുതിയ ഖാദിമാരെ തീരുമാനിച്ചിരുന്നു. ചില ഖാദിമാരെ നിർദ്ദേശിച്ചതിൽ ഒരാൾ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ ഉപ്പാവരണമെന്ന് നിർബന്ധം പിടിച്ചു. ഇത് എഴുതുന്നത് ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ്. കഴിഞ്ഞ ഒരു മാസം മുമ്പും ഞാനും തങ്ങളും ഒരു മദ്രസ ഉദ്ഘാടനത്തിനൊന്നുമായി പങ്കെടുത്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, തങ്ങളാണ് എഴുതുന്നത്. എന്തായാലും അതിനിടക്കാണ് ഉപ്പ അവിടെ പോകരുതെന്ന് ചിലർ നിർബന്ധം പിടിച്ചത്. കാന്തപുരം അവിടെ വരും, കാന്തപുരത്തിന്റെ കൂടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വരും എന്നായി എതിർപ്പുകാരുടെ വാദം. അപ്പൊ സയ്യിദ് മുഹമ്മദ് ശിഹാബ് എന്താ പറഞ്ഞത്? ഉപ്പയാണെങ്കിൽ ഞാൻ ഏറ്റുപോയതാണെന്നും അയാൾ എന്റെ ബന്ധു കൂടിയാണെന്നും പറഞ്ഞു. അവിടേക്ക് പോകുന്ന വഴി ഉപ്പയുടെ കാറ് EK വിഭാഗത്തിലെ ആളുകൾ തടഞ്ഞു. ആരാ സയ്യിദ് മുഹമ്മദ് ശിഹാബുകളെ കാറ് തടഞ്ഞത്? ഞങ്ങളല്ല, ഞങ്ങൾ അങ്ങനത്തെ കൂട്ടരല്ല. നിങ്ങൾ മനസ്സിലാക്കണം. സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ ഈ രാജ്യത്തുള്ള റോട്ടും കൂടി പോകുമ്പോ കാറിൽ തടഞ്ഞ കൂട്ടര് അവരാ സമസ്ത? അവരാ സുന്നി? അവരാ സയ്യിദന്മാരെ ബഹുമാനിക്കുന്നത്? അവരാണോ ആലിമികളെ ബഹുമാനിക്കുന്നത്? എനിക്ക് കേൾക്കണോ? ഇത് ഞാൻ ആ CD-യിൽ വായിക്കാത്തൊരു കാര്യം, അതുകൊണ്ട് ഇവിടുന്ന് വായിക്കുന്നത്. ഇനി ബാക്കി കൂടി കേട്ടോളി. അപ്പൊ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ എന്ത് പറഞ്ഞു? അവിടേക്ക് പോകുന്ന വഴി ഉപ്പയുടെ കാറ് EK വിഭാഗത്തിലെ ആളുകൾ തടഞ്ഞു. ഉപ്പ പറഞ്ഞു, എനിക്ക് കാന്തപുരത്തെ കാണണം. സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ എന്താ പറഞ്ഞത്? എനിക്ക് കാന്തപുരത്തെ കാണണം. അത് പറഞ്ഞപ്പോൾ ഇനി ബാക്കി കേട്ടോളി. പിന്നെ അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങുന്ന ആളായിരുന്നില്ല ഉപ്പ. ആ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് പൂക്കോയ തങ്ങൾ കാണിച്ചു തന്ന ഐക്യത്തിലേക്ക് സമൂഹത്തെ വിളിക്കുകയാണ് നൂറുൽ ഉലമ, സമൂഹത്തെ വിളിക്കുകയാണ് ഖമറുൽ ഉലമ. ആ വിളി കേൾക്കാൻ മുസ്ലിമീങ്ങളുണ്ടോ? എങ്കിലും വരൂ പണ്ഡിതന്മാരെ പിന്നിൽ ചീത്ത പറയാനല്ല, തെറി പറയാനല്ല, ഗീബത്ത് പറയാനല്ല, നരകം കൊള്ളാനല്ല, സ്വർഗം വാങ്ങാൻ വരൂ. അവിടെയാണ് നമ്മളെ പണ്ഡിത സംഘടനയുടെ പ്രസക്തി, അവിടെയായ SYS-ന്റെ പ്രസക്തി, അവിടെയായ SSF-ന്റെ പ്രസക്തി, അവിടെയായ SMA-യുടെ പ്രസക്തി, അവിടെയാ സുന്നി ജമിയത്തുൽ പ്രസക്തി, അവിടെയാ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസക്തി. ചീത്ത പറയലും ഗീബത്ത് പറയലും നമീമത്ത് പറയലും അല്ല. അല്ലാഹു തആല നമുക്ക് അംഗീകരിച്ചിട്ടില്ല. നമ്മൾ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തകരാണ്. നമ്മുടെ രഹസ്യവും പരസ്യവും അല്ലാഹു അറിയുന്നു എന്ന ബോധത്തോടെ. പക്ഷേ ദീൻ പറയുന്ന സ്ഥലത്ത് ഒരൽപ്പവും ആരെയും കൂസാതെ ദീൻ ദീനായി പറയുക എന്ന മുൻഗാമികളെ വഴി അത് നമുക്ക് പഠിപ്പിച്ചു തന്നു മഹാനായ താജുൽ ഉലമ. അതിലുറച്ചു നിന്നുകൊണ്ട് SYS-ന്റെ പ്രവർത്തകർ, SSF-ന്റെ പ്രവർത്തകർ മുന്നോട്ട് നമ്മുടെ സംഘശക്തി ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കണമെന്ന് മാത്രം ഈ സമയത്തുണർത്തി. ഓ സഹോദരന്മാരെ, സമസ്തയുടെ 60ാം വാർഷിക സമ്മേളനത്തിൽ ആരെയാണ് പള്ളിയിൽ നിർത്താൻ പറ്റാത്തത് എന്ന് 58ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. അവരെ പള്ളിയിൽ നിർത്തരുത്. അതെ, നമുക്ക് വെറുതല്ലോ ചരിത്രം. ഇതിൽ പറഞ്ഞിട്ടുണ്ട്, സമസ്തന്റെ പണ്ഡിതന്മാര് പറഞ്ഞിട്ട്. ഞാൻ അതും കൂടി വായിച്ചിട്ട് എന്റെ പ്രസംഗം നിർത്തുകയാണ്. എന്താണത്? 29/12/63 ഞായറാഴ്ച കാസർഗോഡ് ജുമഅത്ത് പള്ളിയിൽ സദഖത്തുൽ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുശാവറ തീരുമാനം. അല്ലാഹു തആല സദഖത്തുൽ മുസ്ലിയാരുടെയും ഖബറിൽ സന്തോഷം നൽകട്ടെ. അവർക്ക് വലിയ വലിയ ആലിമീങ്ങളാണ്. ഇനി സംഘടനാപരമായി
ചെറിയ ശാഖാപരമായ മസലയിൽ ചെറിയ ഖിലാഫ് വന്നാൽ തന്നെ ആലിമീങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ? അവരെ നിന്ദിക്കാൻ പറ്റുമോ? തങ്ങന്മാരെ നിന്ദിക്കാൻ പറ്റുമോ? ഇസ്ലാം ദീനി നമ്മളെടുത്ത് വേണ്ടേ? തഖ്വ വേണ്ടേ? ഈമാൻ വേണ്ടേ? സുഹൃത്തുക്കളെ, എനിക്ക് കേട്ടോളി. എന്താണ് നാലാമത്തെ തീരുമാനം? എന്താ തീരുമാനം? താഴെ കൊടുക്കുന്ന പ്രമേയം അംഗീകരിക്കുകയും സമ്മേളനത്തിൽ പരസ്യപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തു. കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പള്ളികൾ, മദ്രസകൾ മുതലായ മതസ്ഥാപനങ്ങൾ ശരിക്ക് അടിവരയിട്ടോളണം. സദഖത്തുൽ മുസ്ലിയാർ പ്രസിഡന്റായ സമയത്ത്, EK അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ആലിമീങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സമയത്ത്, കന്യത്ത് ഉസ്താദുള്ള സമയത്ത് അവർ കള്ളം പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറയുന്നുണ്ട് കളവ്. അവിടെ ഞാൻ പറയാൻ കാണും. ഓരോ മഹല്ലത്തിലുള്ള പള്ളിയും മദ്രസയും അത് ഞങ്ങളെ സമസ്തയുടേതാണ് എന്നാ പറയുന്നത്. അങ്ങനെ നമ്മളെ മുൻഗാമികൾ ആലിമീങ്ങൾ പറഞ്ഞിട്ടില്ല. സുന്നികളാണെന്നേ പറഞ്ഞുള്ളൂ. കാരണം സമസ്തക്ക് 5 പൈസ മുതലില്ല. സമസ്തക്ക് പൊന്നാനിപ്പള്ളിക്ക് സമസ്തക്ക് മുതലുണ്ടോ? സമസ്ത ഉണ്ടാകുന്നതിന് എത്ര കൊല്ലം കൊണ്ടായതാ സുന്നി പൊന്നാനി പള്ളി, നാദാപുരം ജുമാഅത്ത് പള്ളി, പെരിങ്ങത്തൂർ ജുമാഅത്ത് പള്ളി, തിരുവരങ്ങാടി പള്ളി? സമസ്ത എന്ന സംഘടന ഉണ്ടാകുന്നതിന് എത്ര കൊല്ലം മുമ്പുള്ളതാ? അതിന്റെ സമസ്തന്റെ ആണെന്ന് പറയാൻ പാടുണ്ടോ? അത് പറഞ്ഞ കളവല്ലേ? അത് പറയാൻ പാടില്ല ആലിമീങ്ങൾ. അതുകൊണ്ട് ആലിമീങ്ങൾ സത്യം പറയുന്നത് കേട്ടോ. നമ്മളെ മുൻഗാമികളായ ആലിമീങ്ങൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടുള്ള പള്ളികൾ, മദ്രസകൾ മുതലായ മതസ്ഥാപനങ്ങൾ സുന്നികളാൽ സ്ഥാപിക്കപ്പെട്ടതായിരിക്കയാൽ, സുന്നികളാണ്. അതുകൊണ്ട് വഹാബി വരണ്ട, മുജാഹിദ് വരണ്ട, ജമാഅത്തുകാരൻ വരണ്ട, ഒരു തബ്ലീഗുകാരനും വേണ്ട, ഒരു കള്ളത്തരീഖുകാരനും വരണ്ട. സുന്നികളാൽ സ്ഥാപിക്കപ്പെട്ടതായിരിക്കയാൽ അത്തരം സ്ഥാപനങ്ങളുടെ കൈകാര്യങ്ങൾ നടത്തുവാനോ ഖാദി സ്ഥാനം, ഖതീബ് സ്ഥാനം, ഇമാമത്ത്, മുദരിസ് എന്നീ സ്ഥാനങ്ങളും പദവികളും വഹിക്കാനോ സുന്നത്ത് ജമാഅത്തിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവർക്കല്ലാതെ കൈനെഞ്ഞത്ത് വെക്കൽ, ഖുത്ബ പരിഭാഷ ചെയ്യൽ, തറാവീഹ് 8 റക്അത്താക്കൽ, നമസ്കാരാന്തരം ദുആ കഴിയാതെ അനാവശ്യമായി സ്ഥലം വിടൽ. എത്ര സൂക്ഷിച്ചിട്ട് ആ വാക്ക്, അനാവശ്യമായി സ്ഥലം വിടൽ. ഒരാൾക്ക് ബസ്സിന് പോണ്ടിണ്ടായിട്ടാണെങ്കിൽ അതുകൊണ്ട് അയാൾ കുറ്റം പറഞ്ഞുവിടാ. കണ്ടോ? അനാവശ്യമായി സ്ഥലം വിടൽ മുതലായ അനാചാര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വഹാബി മൗദൂദിയാദി കക്ഷികൾക്ക് മതദൃഷ്ട്യാ അവകാശവും അധികാരവുമില്ലെന്നും അങ്ങനെയുള്ളവരെ അധികാരത്തിൽ വെക്കാൻ പാടില്ലെന്നും ഈ യോഗം തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഈ തീരുമാനം കാസർകോട് നിന്ന് മാറ്റിയിട്ട് സുന്നത്ത് ജമാഅത്ത് പറയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർക്ക് പള്ളിയിലായിക്കൂടാന്ന് മാറ്റി പറഞ്ഞില്ലേ? പിന്നെ എവിടെ സമസ്ത? പിന്നെ എവിടെ SYS? സുഹൃത്തുക്കളെ, ഞങ്ങൾ ദീപത്തൊറിയില്ല. 4-5 ദിവസം മുമ്പ് ദേശാഭിമാനി പത്രത്തിന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദേശാഭിമാനി പത്രത്തിന്റെ ലേഖനം വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സയ്യിദുണ്ട് സോമയാഗത്തിന് പങ്കെടുത്തിരിക്കുന്നു, നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ആരാന്ന് ചോദിച്ചു. പേര് പറഞ്ഞു. ഞാൻ പേര് അറിയില്ല. പേര് പറഞ്ഞപ്പോ ഇപ്പൊ പറയില്ല. അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഞങ്ങളെ സംഘടനയിൽ മൂപ്പർക്ക് മെമ്പർഷിപ്പ് ഒന്നുമില്ല, അതുകൊണ്ട് എന്നോട് ചോദിക്കേണ്ടയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളെ സംഘടനയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തവൻ എവിടുന്നെങ്കിലും എന്തെങ്കിലും പറയുന്നത് ഇത് ഞങ്ങളുണ്ടോ അതിന് മറുപടി അറിയാൻ പോലെ? അതുപോലെ ഞങ്ങളെ സംഘടനയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാളുകൾ ഞങ്ങൾ നടപടി എടുക്കേണ്ടയില്ലല്ലോ. സയ്യിദാനല്ല, ആലിമാനല്ല, ആരുമില്ല, ഞങ്ങൾക്ക് നോക്കേണ്ടയില്ലല്ലോ. ഞങ്ങൾ ഇങ്ങനെ സയ്യിദന്മാരെ എന്തെങ്കിലും തെറ്റിയെന്ന്, എവിടെ ഉണ്ട് വലിയാരെ തെറ്റിയെന്ന് ഇങ്ങനെ വലാത്ത ജസ്സൂന്ന് അള്ള പറഞ്ഞിട്ട് അതിന് നേരെ എതിരായിട്ട് എവിടെ ഉണ്ട് ഓരോരുത്തർ തെറ്റിയെന്ന് ഇങ്ങനെ നോക്കിയെടുക്കലേ നമുക്ക് പണി. അതുപോലെ തന്നെ തെറ്റിദ്ധാരണ വെക്കലേ നമ്മളെ പണി. ഞാൻ പറഞ്ഞത് ഞങ്ങളെ സംഘടനയിൽ മൂപ്പർക്ക് മെമ്പർഷിപ്പ് ഇല്ല, അതുകൊണ്ട് ഞങ്ങളോട് ചോദിക്കണ്ട. പിന്നെ നിങ്ങൾ സംഘടനയുടെ സെക്രട്ടറി അല്ലേ, അതുകൊണ്ടാ ചോദിക്കും. ചിലർക്കുണ്ട് പ്രസ്താവന കൊടുക്കാൻ വല്ലാത്ത പൂതിയുള്ളവര്, ഞാൻ അക്കൂട്ടത്തിലല്ല. അങ്ങനെ പ്രസ്താവന കൊടുക്കാൻ പൂതിയില്ല, അത് കൊടുക്കേണ്ടവർ കൊടുക്കണം. അതൊക്കെ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഖമറുൽ അല്ലാഹു ദീർഘായുസ്സാഫിയെന്ന് കൊടുക്കണ്ടേ, നൂറുൽ അല്ലാഹു ദീർഘായുസ്സാഫിയെന്ന് കൊടുക്കണ്ടേ? അവര് കൊടുക്കണം. ഞങ്ങൾ ഈ കുട്ടികളല്ല കൊടുക്കേണ്ടത്. കൊടുക്കേണ്ട സമയത്ത് അവർ കൊടുക്കും. അവരെന്താണോ പറയുന്നത് 1 ഇഞ്ച് തെറ്റാതെ എടുത്ത് പ്രവർത്തിക്കും. അവിടെയാണ് നമ്മുടെ സംഘടനയുടെ ബലം, അവിടെയാണ് അതിന്റെ ബർക്കത്ത്. ഞാൻ ചുരുക്കി പറയുന്നു സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു അത് എന്നോട് ചോദിക്കണ്ട, ഞങ്ങളെ സംഘടനയിൽ മൂപ്പര് മെമ്പറല്ല. അപ്പൊ എന്നോട് അല്ല എന്നാലും സംഘടനകൾക്ക് പറയണ്ടേ? ഞാൻ പറഞ്ഞു ചെർക്കളം അബ്ദുള്ള പൊട്ട് തൊട്ടിട്ട് കാഫിറായി എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പുറത്തെ സംഘടന. അവരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല കാഫിറായി, ഞങ്ങൾ കാഫിറായി എന്ന് പറഞ്ഞില്ല. കാരണം അയാൾ പിന്നെ പറഞ്ഞു ഞാൻ തൊട്ടല്ല വേറൊത്തം കൊണ്ടുവന്ന് തേച്ചതാണ്, വേറൊത്തം കൊണ്ടുവന്ന് തേച്ചതാ, അത് ഞാൻ കൈകൊണ്ട് തേച്ച് തുടച്ചപ്പോ തീർത്തും പോകാണ്ട് കുറച്ച് ബാക്കിയായി പോയതാണ്. പക്ഷേ അതിലേക്ക് ഇപ്പൊ ഞാൻ കിടക്കുന്നില്ല, അതിന്റെ മതവൈദ്യൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ കാഫിറാക്കുന്ന കൂട്ടരൊക്കെ വേറെ ഉണ്ട്. ഞങ്ങളെങ്ങനെ കാഫിറാക്കലും ഞങ്ങളെങ്ങനെ അതാ ആരോപണം പറയലും ഞങ്ങളെ പരിപാടിയല്ല. സോമയാഗത്തിന് പോയിരിക്കുന്നു, അതുകൊണ്ട് മോഡിയുടെ ആളാണ് എന്ന് പറയാനൊന്നും എന്നെ കിട്ടൂല എന്ന് പറഞ്ഞു. ഞാൻ
വേണ്ടി ആ നിങ്ങൾക്കെന്ന് ചോദിക്കണോ? നിങ്ങൾ അവരോട് ചോദിച്ചു. ആ പണ്ട് ചെറുക്കളെന്നാണ് കാഫറാക്കിയ കൂട്ടറുണ്ടല്ലോ, നിങ്ങൾ ദേശാഭിമാനി പത്രത്തിന്റെ ലേഖനം ഉണ്ടാവില്ല ഇവിടെ, അവരോട് ചോദിച്ചു നോക്ക്. ഞാൻ പറഞ്ഞു നിങ്ങൾ അവരോട് ചോദിച്ചു നോക്ക്. പിറ്റേന്ന് അയാൾ പത്രത്തിൽ അങ്ങനെ തന്നെ എഴുതി. AP ഭാഗം സുന്നികളോട് ചോദിച്ചപ്പോ അത് അപ്പുറത്തെ സംഘടനകളോട് ചോദിക്കാനാ പറഞ്ഞത്, കക്ഷിയാനാ. എന്റെ പേര് പറയാത്തതിന് അയാൾക്ക് നന്ദി. ഞാൻ പറഞ്ഞത് അപ്പോ നമുക്കിങ്ങനെ കുറ്റവും കുറവും പറഞ്ഞ് നടക്കലല്ല. ഏത് തങ്ങളുണ്ട് പോയി ആരുണ്ട് എന്ത് ചെയ്യുന്നു നോക്കിയിട്ട് അതിങ്ങനെ വിളിച്ചു പറയലല്ലേ നമ്മളെ പണി. നമ്മളെ പണി അള്ളാഹുവിന്റെ ദീൻ, അത് ഹഖായ നിലക്ക് ഇവിടെ നിലനിൽക്കണം. അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അയിമ്മത്തും സാലിഹീങ്ങളും പഠിപ്പിച്ചു നിലനിൽക്കണം. അതിനാണ് താജുൽ ഉലമ നമുക്ക് നേതൃത്വം നൽകി നമ്മെ നയിച്ചത്. അല്ലാഹു തആല അവിടുത്തേക്ക് ദർജകളെ ഏറ്റി കൊടുക്കട്ടെ. പറഞ്ഞ വിഷയം പൂർത്തീകരിക്കട്ടെ. അപ്പോ ഞാൻ തങ്ങളവറുകൾ വഫാത്തായി വീട്ടിലെല്ലാം പോയി ഒരാഴ്ച കഴിഞ്ഞിട്ട് ബഷീറിന്റെ പേർക്ക് പോയി. നേരത്തെ എന്റെ ഡ്രൈവറെ വിളിച്ച ബഷീറിന്റെ പേർക്ക് പോയി. ബഷീറിനോട് ഉസ്താദേ, ഞാൻ നിങ്ങളെ ഡ്രൈവറെ വിളിച്ച് വരാൻ കാണുന്നറിയോ? തങ്ങൾ വഫാത്താകുന്ന ദിവസം ഞാൻ തങ്ങളുടെ റൂമിലേക്ക് കയറി തങ്ങളെ കാണാൻ. എന്തൊരു സുഗന്ധമാണ്, വല്ലാത്ത സുഗന്ധം. ആ സുഗന്ധത്തോടുകൂടി ഞാനൊന്ന് നോക്കി തങ്ങളിലേക്ക്. പച്ച സാരും പൊതിച്ച് കിടക്കുന്നു, ദിക്റിങ്ങനെ ചൊല്ലുന്നു. ദിക്റല്ലാത്ത ഒന്നും പറയുന്നില്ല, ഒന്നും കുടിക്കുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല, ദിക്റിങ്ങനെ ചൊല്ലുന്നു. റൂമിൽ വല്ലാത്ത സുഗന്ധം, പച്ചപ്പതുപ്പും പൊച്ച് ഇങ്ങനെ കിടന്ന് ദിക്റ് ചൊല്ലുമ്പോ എനിക്ക് ഓർമ്മയായി ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി. ഹുജ്ജത്തുൽ ഇസ്ലാം ഞാൻ പറഞ്ഞാണ്, അയാൾ പറഞ്ഞില്ല. ഗസാലി ഇമാമിന്റെ വഫാത്ത് പണ്ഡിതന്മാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വഫാത്താകുന്ന സമയത്ത് 3 കഷ്ണം തുണിയും പൊതിച്ചിട്ട് സഹീഹുൽ ബുഖാരി നെഞ്ഞത്തേക്ക് കൂട്ടിപ്പിടിച്ചിട്ട് അതാ മലക്കുൽ മൗത്തിനെ കാത്തുകിടന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഗസാലി ഇമാം തങ്ങളുടെ അതേ അവസ്ഥയാണ് എന്ന് റൂമിൽ കയറി ചെന്നിട്ട് ദിക്റും ചൊല്ലി ഇങ്ങനെ പച്ചപ്പുറപ്പ് വെച്ച് കിടക്കുന്നത് കണ്ടപ്പോ എന്റെ മനസ്സിൽ തോന്നിയപ്പോൾ ഞാൻ നിങ്ങളെ ഡ്രൈവറെ വിളിച്ചതാണ് എന്ന് സാധാരണക്കാരനായ മുടിപ്പുക്കാരനായ ബഷീറിനോട് പറഞ്ഞു. അത് തന്നെ കാസർകോട്ടുകാരനായ സാലിഹാജി എന്നോട് പറഞ്ഞു. ഓ സുഹൃത്തുക്കളെ, പക്ഷേ ഞാൻ പറയട്ടെ, ലോകത്തിന്റെ മുഴുവനും നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി കൊല്ലാൻ വേണ്ടി ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്ത പെണ്ണിനെ ഞാൻ കൊല്ലട്ടെ എന്ന് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞിട്ട് കൊല്ലാൻ തുനിഞ്ഞ യഹൂദി പെണ്ണിനെ പോലും പകരം കൊല്ലരുതെന്ന് പറഞ്ഞ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇന്നക ലമജ്നൂൻ, നീ ഭ്രാന്തനാണ് മുഹമ്മദേ എന്ന് പറഞ്ഞ ലക്ഷണം കെട്ടവരുണ്ട്, എന്ന് പറഞ്ഞ അതേ അവിശ്വാസികളുണ്ട്, ഈമാൻ കിട്ടാത്തവരുണ്ട്. ഓ സുഹൃത്തുക്കളെ, ഇതുപോലെ താജുൽ ഉലമ ജീവിതകാലത്ത് അവിടുത്തെ മാംസം തിന്നു, വഫാത്തിന്റെ ശേഷവും അവിടുത്തെ മാംസം തിന്നുന്ന ചിലരുണ്ടെന്ന് കേട്ടു. അവർക്കെതിരെ ഖുർആനിൽ ആയത്തൊരു സൂറത്തുണ്ട് കേട്ടോ. ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ ഖാല അല്ലാഹു അസ്സ വജൽ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആക്ഷേപിച്ചപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് ഞാൻ 2 ദിവസം ആ സൂറത്ത് വരുന്നുണ്ട്, ഇപ്പൊ വിശദീകരിക്കുന്നില്ല. ഇന്ന ശാനിയക ഹുവൽ അബ്തർ, നബിയെ തങ്ങൾ ആക്ഷേപിക്കുന്നവൻ അവനാണ് ലക്ഷണം കെട്ടവൻ എന്ന് ഖുർആൻ പറഞ്ഞു. ഹബീബായ നബി നിങ്ങൾക്ക് ആ മക്കളില്ല, കുട്ടികളില്ല, കുട്ടികളെ മരിച്ചു വീഴുന്നുണ്ട്. ഒരാൾ സ്വീപ്പാക്കിയതായിരുന്നു. പക്ഷേ റസൂലുള്ളാഹിന്റെ മക്കളതാ നിറഞ്ഞു കിടക്കുന്ന ലോകം മുഴുക്കെ. ആ ആക്ഷേപിച്ചവന്റെ കുട്ടികൾ എവിടെ? ആ ആക്ഷേപിച്ചവന്റെ മക്കൾ എവിടെ? ഹബീബായ നബി തങ്ങളുടെ മക്കൾ അഹ്ലു ബൈത്ത് ലോകമെമ്പാടും നിറഞ്ഞു കിടക്കുന്നു. അല്ലാഹുവേ, അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചതിന്റെ പേരിൽ, ആലിമീങ്ങളെ സ്നേഹിച്ചതിന്റെ പേരിൽ, ഇൽമിനെ സ്നേഹിച്ചതിന്റെ പേരിൽ, മുതഅല്ലിമീങ്ങളെ സ്നേഹിച്ചതിന്റെ പേരിൽ നിന്റെ ദീനിന്റെ വലിയ ഖിദ്മത്തുകൾ ഞങ്ങളെ കൊണ്ട് കഴിയില്ല, ഞങ്ങൾക്ക് സഹിക്കാനും പൊറുക്കാനും കഴിയില്ല. എന്തെല്ലാം എതിരാളികൾ എന്തൊക്കെ പറയുന്നു, എതിരാളികൾ അല്ലെന്ന് പറയുന്നവരെന്തൊക്കെ പറയുന്നു. ആരെന്ത് പറഞ്ഞാലും ഞങ്ങളെ നേതാക്കളെ കൽബും SYSന്റെ ഓരോ പ്രവർത്തകന്റെ കൽബും SSFന്റെ പ്രവർത്തകന്റെ കൽബും നിനക്കറിയാമല്ലോ അല്ലാഹ്. ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളെ മരണം വരെ ഹക്കിന് വേണ്ടി പടപൊരുതാൻ
നീ ആരോഗ്യവും ആയുസ്സും ഏറ്റിത്തരണമല്ലോ. ഞങ്ങളെ നേതാക്കളുടെ ദീർഘായുസ് കൊണ്ട്, ആഫിയത്ത് കൊണ്ട്, ഹിമ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ തണലേകണം റഹ്മാനേ. മർക്കസ് മുതൽ മർക്കസിന്റെ സമ്മേളനം വരുന്നു, മഖറിന്റെ സമ്മേളനം വരുന്നു. ഉസ്താദ് അവർകൾ ഇവിടുന്ന് പറഞ്ഞു SYSന്റെ സമ്മേളനം അവിടുത്തെ നാമ കൊണ്ട് പറഞ്ഞെങ്കിൽ അത് സുന്നി മക്കൾ ഏറ്റെടുത്തത് നടത്തുക തന്നെ ചെയ്യും. അത് SYSന്റെ വാർഷികം തന്നെ ആയിരിക്കും. അവിടെ ഞങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് തെറ്റുപറ്റുന്ന പ്രശ്നമില്ല എന്ന് മാത്രമേ ഈ സമയത്ത് ഉണർത്തി. ഇൻഷാ അല്ലാഹ് ആ മഹത്തായ സമ്മേളനം നടക്കും. അങ്ങനെ എല്ലാ വിഷയത്തിലും നമ്മൾ സടകുടഞ്ഞെഴുതി ഏതെങ്കിലും ചെറിയ ചെറിയ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ അപ്പുറവും ഇപ്പുറവും മുറിച്ചിട്ട് ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് ആലിമീങ്ങളെ ചീത്ത പറയിപ്പിക്കാനോ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ തമ്മിൽ തെറ്റിച്ച് എന്നിട്ട് അത് നോക്കിയിട്ട് ഇങ്ങനെ ഭിന്നിക്കുന്നത് നോക്കി ചിരിക്കാനോ ഉദ്ദേശിച്ചവരുണ്ടെങ്കിൽ അവരെയൊക്കെ നിരാശപ്പെടുത്തി മുഴുവൻ ആളുകളും SYSൽ അണിനിരന്ന് SSFൽ അണിനിരന്ന് സജീവമായ പ്രവർത്തനം നടത്തണം. നമുക്ക് മഹാനായ കണ്യത്ത് ഉസ്താദിന്റെ അധ്യക്ഷതയിൽ EK ഉസ്താദ് പ്രകാശനം ചെയ്ത് കോട്ടുമല ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു വന്ന നമ്മുടെ സിറാജ് പത്രം അത് ഏറ്റവും വലിയ പത്രമായി കേരളത്തിൽ ഇറക്കണം. അതിനുവേണ്ടി നിങ്ങൾ സടകുടഞ്ഞെഴുന്നേറ്റ് പ്രവർത്തിക്കണം. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ ആവശ്യമായ നീക്കങ്ങൾക്ക് വേണ്ടി തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് നെഞ്ഞിലേറ്റണമെന്നുകൂടി ഈ സമയത്തുണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അർഹമുർ റഹീമിനായ റബ്ബേ, ഞങ്ങൾ ഇത്രയും വലിയൊരു സമ്മേളനം, ഇതൊരു ചെറിയ ഒരു സമ്മേളനം, വെറും ഒരു അനുസ്മരണ സമ്മേളനം വിളിച്ചപ്പോൾ ഇതാണ് ഞങ്ങളെ ജനക്കൂട്ടമെങ്കിൽ ഞങ്ങൾ SYSന്റെ സമ്മേളനം എവിടെ നടത്തും അല്ലാ, സമസ്തയുടെ സമ്മേളനങ്ങൾ എവിടെ നടത്തും അല്ലാ. പഠിച്ചവരെ ഞങ്ങളെ നീ സർവ്വരംഗത്തും സഹായിക്കണേ അല്ലാ. ഓ സുഹൃത്തുക്കളെ, ഒരൽപ്പവും കിബിറ് തോന്നാതെ, ഒരൽപ്പവും അഹങ്കാരം തോന്നാതെ, അസൂയ തോന്നാതെ, യൗമലായം ഫൗമാലും വലാ ബനൂൻ ഇല്ലാ മൻ അല്ലാഹ ബിഖൽബിൻ സലീം. ക്ലിയറായ മനസ്സുമായി റബ്ബിനെ സമീപിക്കുന്നവർക്കല്ലാതെ ഒരാൾ കൂട്ടവും ഒരു പണക്കൂട്ടവും ഒരു മക്കൾ കൂട്ടവും ഫലം ചെയ്യൂല. ക്ലിയറായ മനസ്സുമായി താജുൽ ഉലമ പോയതുപോലെ, നമ്മുടെ മുൻഗാമികൾ പോയതുപോലെ തെഹ്ലീലത്തിലിരിക്കുമെങ്കിൽ നമുക്കുമൊന്ന് സുഗന്ധമുള്ള അന്തരീക്ഷത്തിൽ മലായികത്തിന്റെ കയ്യിലേക്ക് പോകണം. അതിനു വേണ്ടിയുള്ള ഭാഗ്യത്തിൽ സർവ പ്രവർത്തകർക്ക് വേണ്ടിയും എല്ലാ പ്രവർത്തകർക്ക് വേണ്ടിയും ഊടും ഉറക്കമൊഴിച്ച് പാതിരാ സമയത്തിരുന്ന് സംഘടനയ്ക്ക് വേണ്ടി ഉറക്കമൊഴിക്കുന്ന എത്ര മാസ്റ്റർമാരുണ്ട്. അവർക്കൊരഞ്ച് പൈസ അവരെ കീശയിൽ ആരും അധികം കൊടുക്കൂല. അവർക്കിപ്പൊ തന്നെ ഇവിടെ എത്ര അധ്വാനിച്ച മാഷന്മാര്, അവർക്കൊരു വേദി ഇവിടെ പ്രസംഗമില്ല, അവർ ചാനലിൽ വരുന്നില്ല. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന മാഷന്മാര്, ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, പണ്ഡിതന്മാരെ പിന്നിൽ 100% ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന വക്കീലന്മാര്, ജഡ്ജിമാര്, അല്ലാത്തവർ, ഉദ്യോഗസ്ഥന്മാര്, തൊഴിലാളികൾ, പണക്കാര്, ബിസിനസ്സുകാര്, ഏത് കൃഷിക്കാര്, വിദേശത്ത് പോകുന്നവർ, നാട്ടിലുള്ളവർ, അല്ലാഹുവേ എല്ലാവരെയും ആലിമീങ്ങളോടുകൂടി ഞങ്ങളെല്ലാവരുടെയും നേതാവായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിക്കീഴിൽ താജുൽ ഉലമ നിൽക്കുമ്പോ താജുൽ ഉലമയുടെ കൂടെ ഞങ്ങളെല്ലാവരെയും നീ അർശിന്റെ തണലിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. ഹബീബായ നബിയുടെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. ഈ മലപ്പുറത്തും പരിസരങ്ങളിലും വലിയ വിദ്യാഭ്യാസ വിപ്ലവം നടത്തി ഇന്നും ഞങ്ങൾ ജുമാ കൂടിയ മഅ്ദിൻ എന്ന സ്ഥാപനം, അങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളും നീ ഉന്നത വിജയത്തിലേക്ക് ഇനിയും ഉയർത്തണം റഹ്മാനേ. തങ്ങളവറുകളടക്കമുള്ള മുഴുവൻ സാദാത്തുക്കൾക്കും നീ ദീർഘായുസ്സും ആഫിയത്തും ഞങ്ങളെ സർവ്വ നേതാക്കൾക്കും പ്രവർത്തകർക്കും നൽകണം റഹ്മാനേ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.